യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരിഃ ഓം ഹരിഃ. എല്ലാവരും കൂടി ഒരു 3 തവണ ഓങ്കാരം ജപിക്കുക. ആകാവുന്നിടത്തോളം നിവർന്നിരിക്കൂ, കൈകോർത്ത് മടിയിൽ വയ്ക്കൂ, കണ്ണടച്ച് എൻ്റെ കൂടെ അങ്ങോട്ട് ജപിക്കുക. മനസ്സും തുറക്കട്ടെ, വായും തുറക്കട്ടെ. ഇതാ ഞാൻ ഈ മൈക്കിലൂടെ പറയുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന ശബ്ദം സംയുക്തമായി പ്രേക്ഷകരിൽ നിന്നുണ്ടാവണം. ഹരിഃ ഓ ഹരിഃ ഓം തത്സ്. ജയ ഗുരു. നന്നായി. ഒരു ശ്ലോകം പറഞ്ഞു തരട്ടെ, എല്ലാവരും ഏറ്റു ചൊല്ലോ. ഗീതയല്ലേ, ചൊല്ലോ. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യച്ഛ്രേയസ്യാദ് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സാധിമാം ത്വാം പ്രപന്നം ശിഷ്യസ്തേഹം സാധിമാം ത്വാം പ്രപന്നം. ഇതാണ് ഭഗവത്ഗീതാ സംവാദം കേൾക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. ഞാൻ ധരിച്ചിടത്തോളം പറഞ്ഞിടത്തോളം ഒക്കെ തെറ്റാണ്. എന്നെ പിടിപെട്ടിട്ടുള്ളത് കാർപ്പണ്യം എന്ന് പറയുന്ന ഒരു ദോഷം, ഒരു തരത്തിലുള്ള അല്പബുദ്ധിയാണത്. കാര്യങ്ങളെ വേണ്ടതുപോലെ സമഗ്രമായി വിശദമായി കാണാൻ പറ്റായ, അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താ, ചെയ്യാൻ പാടില്ലാത്തത് എന്താ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അങ്ങയുടെ ശിഷ്യനായിരിക്കുകയാണ്, അങ്ങ് എൻ്റെ ഗുരുവാണ്. എനിക്ക് വേണ്ടതുപോലെ കാര്യങ്ങളെല്ലാം ഉപദേശിച്ച് തരണം. അതിൻ്റെ ഉദ്ദേശം ശ്രേയപ്രാപ്തി, ശ്രേയസ് കൈവരണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പടക്കളത്തിൽ നിന്ന് ഒരു പടയാളി പട ചെയ്യാൻ പുറപ്പെട്ടു വന്ന് നിന്ന് ഇനിയും പട ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് എനിക്ക് ശ്രേയസ് വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ
അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം. എന്താ ചിന്തിക്കേണ്ടത്? നമുക്ക് ശ്രേയസ് തേടാനുള്ള സന്ദർഭവും അവസരവുമാണ് ജീവിതത്തിലെല്ലാം തന്നെ. പ്രായമായി പ്രത്യേകമായ വൈരാഗ്യമോ നീരസമോ വൈമനസ്യമോ വന്നതിന് ശേഷം നാം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ഇനി ഈശ്വര കാര്യങ്ങൾ മതി എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് വിരാമം, വൈരാഗ്യം, മറുഭാഗത്ത് പുതിയൊരു വിവേകം അങ്ങനെ ജനിക്കുന്നതല്ല. എപ്പോൾ വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ ഏത് ചുറ്റുപാടിലോ സാഹചര്യത്തിലോ ആയാലും കൊള്ളാം, നിങ്ങൾക്ക് ശ്രേയസ് തേടാവുന്നതാണ്, തേടുന്നതാണ് നമ്മുടെ പാരമ്പര്യം, പൈതൃകം. അതിനിതാ ഒരു നിത്യമാതൃകയായി അർജുനൻ വേദവ്യാസ മഹർഷി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ഈ ഒരു ശ്ലോകത്തിന്റെ പിന്നോടിയായിട്ടാണ് ഭഗവത്ഗീത സംവാദം മുഴുവനും ഉണ്ടായത്. 700 ശ്ലോകങ്ങളടങ്ങുന്ന ഭഗവത്ഗീത 18 അധ്യായങ്ങളിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ആ 18 അധ്യായങ്ങളെ സാധാരണ നിലയ്ക്ക് നമുക്ക് 6 അധ്യായങ്ങളായി തിരിക്കാം എന്നാണ് പറയാറുള്ളത്. 6 അധ്യായമായി 1 മുതൽ 6 അധ്യായങ്ങൾ ഒരു വകുപ്പ്, 7 മുതൽ 12 എണ്ണം ഇനിയൊരു വകുപ്പ്. ഇത് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങൾ അറിയണം. ഇനി 13 മുതൽ 18 വരെയുള്ള അധ്യായം വേറെ ഒരു വകുപ്പ്. ആദ്യത്തെ 6 അധ്യായത്തിലാണ് ആദ്യമായി അർജുനന് ആ ആത്മതലം എന്ന് പറയുന്ന ശരീരത്തിന്റെ ഉള്ളിലുള്ള അനശ്വര തലത്തെ ആദ്യമായി വിരിച്ചു കാട്ടിക്കൊടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശരീരമുണ്ട്, അതെല്ലാവരും അറിയും. ആ ശരീരത്തിന്റെ ഉള്ളിൽ ഒരളവ് വരെ മനസ്സുണ്ടെന്നും നമുക്കറിയാം. വികാരങ്ങളും വിക്ഷോഭങ്ങളും ഭാവങ്ങളും ഭാവനകളും ഓർമ്മകളും സ്മരണകളും മറവിയും എല്ലാം തന്നെ ഉണ്ടാക്കി തീർക്കുന്ന വികാര വിക്ഷുബ്ധമായ ഒരു മനസ്ഥലമാണ് നമുക്കുള്ളത്. അതിന് വേണ്ടതുപോലെ പേർത്തെടുത്ത് പരിശോധിച്ചു നോക്കി കാര്യങ്ങളെ വിശകലനം ചെയ്ത് മനസ്സിനെ തന്നെ വേണ്ടതുപോലെ ശമിപ്പിക്കാനും നയിക്കാനും മാർഗദർശനം നൽകാനുമായിട്ടുള്ളതാണ് നമ്മുടെ ബുദ്ധി. ആ ബുദ്ധി ഒരു തലം വേറെ തന്നെയാണ്. സാധാരണ ഈ മനസ്സൊരു ഭാഗത്തും ബുദ്ധി ഒരു ഭാഗത്തുമായി ബന്ധമില്ലാതെ ഇങ്ങനെ 2 വിരൽ പോലെയാണ് ഇരിക്കുക. എന്നാൽ അങ്ങനെ അല്ലാതെ 2 കൈയും കൂട്ടിച്ചേർത്താൽ എങ്ങനെയോ അതുപോലെ ആക്കി തീർക്കണം. മനസ്ഥലത്തിന് വളരെയധികം സഹായം നൽകുന്നതും നയനിർദ്ദേശങ്ങൾ നൽകുന്നതുമാകണം ബുദ്ധിയുടെ തലം. ബുദ്ധിയെ ബാക്കി പല കാര്യങ്ങൾക്കും വിനിയോഗിക്കുന്നത് മാതിരി മനസ്സിന്റെ വികാര വിക്ഷോഭങ്ങളെയും വേണ്ടതുപോലെ ശമിപ്പിച്ച് ശരിയായ ഒരു ദിശയിലൂടെ സമീകൃത മനസ്ഥിതിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിപ്പിക്കുന്നതാണ് ബുദ്ധിയുടെ ദൗത്യം. ചുരുക്കി പറയുകയാണെങ്കിൽ മനസ്സും ബുദ്ധിയും യോജിച്ചിരിക്കണമെന്ന്. ഇപ്പൊ കയ്യും കാലും നമുക്കുണ്ട്. കാലെടുത്ത് വയ്ക്കുമ്പോൾ കയ്യ് വീശും. ആ കയ്യ് വീശുന്നതും കാലെടുത്ത് വയ്ക്കുന്നതുമായി വലിയ ഒരു യോജിപ്പുണ്ട് നമുക്ക്. അതേപോലെ ഒരു യോജിപ്പോടു കൂടി വേണം ഈ മനസ്സും ബുദ്ധിയും പെരുമാറാൻ. അത് സാധാരണ ഉണ്ടാവാറില്ല. എന്തെങ്കിലും വികാര വിക്ഷുബ്ധത ഉണ്ടായി എന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കുറേ കരയും. അപ്പം അത് ആലോചിച്ച് ഒന്ന് സമീകരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഉണ്ടാവാറില്ല. ഇപ്പൊ ശ്രീരാമൻ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. കൈകേയി പറഞ്ഞ ഉടനെ, രാമ നീ ഉടനെ പോണം എന്ന് കാട്ടിലേക്ക്, ദണ്ഡകാരണ്യത്തിലേക്ക് 14 വർഷം എന്ന് പറഞ്ഞു. അതങ്ങോട്ട് പറഞ്ഞപ്പോ രാമൻ ഒന്നും ആലോചിച്ചില്ല. ഇത്രയേ വേണ്ടൂ ചെറിയമ്മേ എന്നാ ചോദ്യം. ഇന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ ഈ രാമൻ അയോധ്യ വിട്ടു കഴിഞ്ഞിരിക്കും എന്നൊരു പ്രസ്താവനയായിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, കൈകേയി തോറ്റു രാമന്റെ മുൻപിൽ നിന്ന്. ഒറ്റ വാക്ക് പറഞ്ഞില്ല. പിന്നെ പറഞ്ഞത് ഭരതനെ അഭിഷേകം ചെയ്യേണ്ട കാര്യമാണ്. ഭരതന് എന്തു വേണമെങ്കിൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണല്ലോ. സീതയെപ്പോലും ഭരതന് വേണ്ടി ഞാൻ ത്യജിക്കാൻ തയ്യാറാണ്. ആ കാര്യമൊന്നും നീ പറയണ്ട, അതൊക്കെ എൻ്റെ കയ്യിലാണ്. നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. നീ പൊക്കോ ദണ്ഡകാരണ്യത്തിലേക്ക്. 14 കൊല്ലം എൻ്റെ മകൻ ഭരതൻ അഭിഷേകം ചെയ്യപ്പെടണം എന്ന്. അങ്ങനെ നേരെ ചെന്ന് പറഞ്ഞത് കൗസല്യ അമ്മയോടാണ്. അമ്മ തുടങ്ങി കരച്ചിലും പിഴിച്ചിലുമായി. നെഞ്ഞത്തടിച്ച് കരച്ചൽ നെലുവിളി കൂട്ടി കുറച്ചു നേരം കഴിഞ്ഞ് ശ്രീരാമനുമായി സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 15-20 മിനിറ്റ് സംസാരിച്ചു കാണും. ആ കരഞ്ഞുരുന്ന കയ്യേയുണ്ടല്ലോ, അതൊക്കെ നിർത്തി തെളിഞ്ഞ മുഖത്തോടു കൂടി നിൽക്കണു. രാമ, എൻ്റെ പൊന്നു മോനെ, നീ ധർമ്മപുത്രനാണ്. ധർമ്മപുത്രനായ നീ എടുത്ത തീരുമാനം ശരി തന്നെ. ഇങ്ങനെ തന്നെയാണ് ആരും ചെയ്യേണ്ടത്. ഇതിൽ അഭിമാനിച്ച് സന്തോഷിച്ച് അനുഗ്രഹിക്കുകയാണ് വാസ്തവത്തിൽ ഞാൻ വേണ്ടത്.
എന്തോ കാരണത്താൽ വികാരങ്ങൾക്ക് പരാധീനപ്പെട്ട് ഞാൻ കരഞ്ഞുരുന്നതാണ്. അതൊക്കെ നീ ക്ഷമിക്ക്, നീ പോയിട്ട് വാ, എൻ്റെ അനുഗ്രഹമുണ്ട്. 14 വർഷം 14 മാസം പോലെ ആയി തീരട്ടെ, നീ മടങ്ങി വരുമ്പോൾ ഞാൻ നിന്നെ സ്വാഗതം ചെയ്യാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് കൗസല്യ ഒരു മാറ്റം അങ്ങോട്ട് മാറി. നിങ്ങളൊന്ന് എന്നോട് പറയൂ, ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു എന്ന്. കൗസല്യയ്ക്ക് മനസ്സ് മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കും. മനസ്സല്ലാതെ ഒരു ബുദ്ധിയും കൂടിയുണ്ട് നമുക്ക്. നമ്മുടെ സങ്കടമാകട്ടെ, പരസങ്കടമാകട്ടെ, നമ്മുടെ പ്രതിസന്ധി ആവട്ടെ, മറ്റൊരാളുടെ ആവട്ടെ, ആ പ്രതിസന്ധിയെ പ്രതിസന്ധി, സങ്കടത്തിന് സങ്കടം എന്നുള്ള നിലയ്ക്ക് നോക്കിക്കണ്ട് പരിശോധിച്ച് വിലയിരുത്തി അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും ഗ്രഹിച്ച് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കാണാൻ പറ്റിയ തരത്തിൽ തത്വവിചാരം ചെയ്ത് ആലോചിച്ചൊരു നിഗമനത്തിലെത്താൻ ബുദ്ധിക്ക് സാധിക്കും. ആ ബുദ്ധിയെ അതിനെ പ്രേരിപ്പിക്കുന്നത് വാസ്തവത്തിൽ മനസ്സാണ്. മനസ്സിന്റെ ദശകളും ദുർദശകളും എല്ലാം തന്നെ ബുദ്ധിയുടെ പരിശോധനയ്ക്കും വിലയിരുത്തലിനും വിധേയമാകണം. ഇതാണ് നമുക്ക് ആവശ്യം. അപ്പൊ കരഞ്ഞുരുണ്ട കൗസല്യ എന്തായി? പ്രകൃതം ഒട്ടാകെ മാറി. അതേ സമയത്ത് രാമനും ലക്ഷ്മണനും സീതയും കൂടി തേരിൽ കയറി സുമന്ത്രൻ തെളിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടപ്പോഴാണ് ദശരഥൻ പറയണത്, നിർത്തൂ തേര് എന്ന്. സുമന്ത്രൻ ദശരഥന്റെ ഉദ്യോഗസ്ഥനാണ്, മന്ത്രിയാണ്. രാമൻ പറഞ്ഞു നിർത്തരുത്, വേഗം ഓടിച്ചു കൊണ്ടുപോകണമെന്ന്. ആദ്യമായി സുമന്ത്രന്റെ ജീവിതത്തിൽ ഒരു സങ്കടമുണ്ടായതാണത്രേ, ഒരു പ്രതിസന്ധി. അച്ഛൻ ആജ്ഞാപിക്കണു നിർത്താൻ, മകൻ നിർദ്ദേശിക്കണു ഓടിച്ചു കൊണ്ടുപോവാൻ, എന്തു വേണമെന്ന്. ആ സമയത്താണ് രാമൻ പറയുന്നത്, അച്ഛൻ പറയുന്നു എന്ന് വിചാരിക്കരുത്, എങ്ങാനും ചോദിച്ചാൽ കേട്ടില്ല എന്ന് പറഞ്ഞേക്കൂ, കാരണം. അതാണ് ഇതിഹാസം. ഇതിഹാസത്തിൽ എന്ത് പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിലും ആ പ്രവൃത്തിക്കുള്ള കാരണം കയ്യോടെ പറയാൻ ഗ്രന്ഥകാരൻ വിട്ടുപോവില്ല. എന്താ അതിന് കാരണം? ദുഃഖാവസരങ്ങൾ ഒന്നും നീട്ടിക്കൊണ്ടുവരുത്. ദുഃഖത്തിന് കാരണം എന്തോ ആകട്ടെ, ദുഃഖാവസരങ്ങളെ നീട്ടുന്ന തരത്തിൽ ഒരാളും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അതുകൊണ്ട് ഈ സീൻ, ഈ രംഗം വിട്ട് പെട്ടെന്ന് പോവാണ് ഇവിടെ ആവശ്യം. ഇവിടെ നിന്നാ ഒക്കെ ഉപദ്രവ, അതുകൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. സുമന്ത്രനെ സംബന്ധിച്ചിടത്തോളമോ, രഥത്തിൽ സാരഥിയായിരിക്കുന്ന ആള് രഥിയുടെ ആജ്ഞയാണ് കേൾക്കേണ്ടത്, പുറമേ നിന്ന ഒരാളുടെ അല്ല. അത് അച്ഛനാകട്ടെ ചക്രവർത്തിയാകട്ടെ. കുതിരയുടെ കടിഞ്ഞാണാണ് പിടിച്ചിരിക്കുന്നത്. ആ കുതിര കടിഞ്ഞാണ് പിടിച്ചത് തേര് തെളിക്കാനാണ്. ആ തേര് തെളിച്ച് കൊണ്ടുപോകുന്നത് രഥിയുടെ ആവശ്യവും ഉദ്ദേശവും അനുസരിച്ചാകണം. അപ്പോൾ രാമൻ പറഞ്ഞത് കേൾക്കുന്നതിൽ ഒരു ന്യായവിരുദ്ധതയുമില്ല, ശരിയാണെന്ന് മനസ്സിലാക്കി സുമന്ത്രൻ പോയി. ആ പോയതോടുകൂടി ദശരഥൻ രാമ പ്രാണനാ പോയി. കേൾക്കണം, നിങ്ങള് ആലോചിക്കണം, അനുഭവിക്കണം, ചിന്തിച്ചു നോക്കണം. അതിനു മുമ്പ് കരഞ്ഞുരുണ്ട കൈകേയി കരച്ചിൽ നിർത്തി സ്വയം രക്ഷപ്പെട്ടു. ഇവിടെയോ ദശരഥൻ ശ്രീരാമന് ഗർഭം ധരിച്ച് 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ അമ്മയുടെ മനോവികാരം അവരുടെ വിചിന്തനത്തിന്, ശ്രീരാമന്റെ വിചിന്തനത്തിന് വിധേയമായി സാന്ത്വനപ്പെട്ടു. അതേ സമയത്ത് പാവം ദശരഥനോട് സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരു പടി കൂടിയ ആളാണ് ചക്രവർത്തി. ചക്രവർത്തിയെ സമാധാനിപ്പിക്കാൻ ആരുണ്ട്? മകനാണെങ്കിൽ അടുത്തൊട്ടില്ലതാനും. അങ്ങനെ പെരണ്ടു വീണു, പ്രാണൻ പോയി. ഇതാണ് വികാരവും വിവേകവും തമ്മിലുള്ള വ്യത്യാസം. ഭാരതത്തിന്റെ പൊൻ സന്താനങ്ങളെ, എനിക്കിതാണ് പറയാനുള്ളത്. അതേപോലെയാണ് അർജുനൻ കരഞ്ഞുരുണ്ടത്. ആ കരഞ്ഞുരുണ്ട അർജുനൻ, കണ്ണു നിറച്ച് വെള്ളമായി വ്യാകുലനായിരുന്ന അർജുനൻ ഒന്നാം തരം ചോദ്യം ചോദിക്കുന്നതാണ് നാം കാണുന്നത്. യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ. എനിക്ക് വ്യക്തമായി പറഞ്ഞു തരണം കൃഷ്ണ, എങ്ങനെ ആയാലാണ് ശ്രേയസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു തരൂന്ന്. ഈ ഒരു ചോദ്യം പടക്കളത്തിൽ നിന്ന് ഒരു 15 മിനിറ്റ് മുൻപ് കരഞ്ഞുകൊണ്ടിരുന്ന അർജുനാണ് പൃച്ഛകനായി ചോദ്യം ഉന്നയിക്കുന്നത്. ലോകത്തിലെ എല്ലാവരും എക്കാലത്തും ഉന്നയിക്കേണ്ട മുദ്രവച്ച ചോദ്യമാണ് അർജുനന്റെ മുഖത്തിൽ നിന്ന് കരച്ചലിന് ശേഷം നിർഗളിച്ചത്. ഇതാണ് ഭഗവത്ഗീത കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്ന നേട്ടം. നിങ്ങൾക്ക് എന്ത് സങ്കടമുണ്ടാവട്ടെ, എന്ത് പരാധീനത ഉണ്ടാകട്ടെ, എന്തെല്ലാം തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളോ വിക്ഷുബ്ധതകളോ നിങ്ങളിൽ അനുഭവപ്പെടട്ടെ, അതിനെയെല്ലാം സാന്ത്വനപ്പെടുത്തി നിങ്ങളുടെ ബുദ്ധിയെ ഉത്തേജിപ്പിച്ച് ഉത്സാഹം നൽകി
ആവേശം നൽകി, ദിശ നൽകി, വിചാര പരിശീലനം നൽകി ആ ബുദ്ധിയെ മനസ്സിന്റെ സുഹൃത്താക്കി നിർത്താൻ സാധിക്കുന്നതും സാധിപ്പിക്കുന്നതുമാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന സംവാദം. ആ സംവാദത്തിൽ 3 പങ്ക് പറഞ്ഞു ഞാൻ, 3 വിഭാഗം. അതിൽ ആദ്യത്തെ വിഭാഗത്തിനാണ് സാഖ്യം എന്ന് പറയുക. സാഖ്യം എന്നുള്ളതിന് അർത്ഥം, ശരിയായ അർത്ഥം, ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്ത്, വിചാരം ചെയ്ത്, ആലോചിച്ച്, ആ ആലോചനയെ പിന്തുടർന്ന് ഒരു തീർത്ഥയാത്ര പോലെ ജ്ഞാനതീർത്ഥയാത്ര നടത്തി ലക്ഷ്യത്തിലേക്ക് എത്തുന്നതാണ് ഈ സാഖ്യ സിദ്ധാന്തമെന്ന്. ആ സാഖ്യ സിദ്ധാന്തത്തിന്റെ കേന്ദ്ര ബിന്ദു ശ്രീകൃഷ്ണൻ വരച്ചു കാണിക്കുകയായിരുന്നു. ആത്മാ. നമുക്ക് ശരീരമുണ്ട്, ഇന്ദ്രിയങ്ങളെല്ലാം ഒട്ടിപ്പിടിപ്പിച്ച ശരീരം. ആ ഐന്ദ്രിയ തലമാണ് വാസ്തവത്തിൽ ഈ ദേഹം. എന്താണ് നമ്മുടെ ദേഹം ചോദിച്ചാൽ മനസ്സിലാക്കിക്കോളൂ. 10 ഇന്ദ്രിയങ്ങളെ ഒട്ടിപ്പിടിപ്പിച്ച് വച്ചിട്ടുള്ള, മരത്തിൽ അനവധി കൊമ്പുകളുണ്ടല്ലോ, ആ കൊമ്പുകളൊക്കെ നിൽക്കുന്ന തടി പോലെയുള്ള ഒരു തടിയാണ് നമ്മുടെ ഈ ശരീരം. 5 അറിവിനുള്ള ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, അങ്ങനെ 10 എണ്ണമാണ് അതിൽ. ആ 10 എണ്ണത്തിന് നിലനിൽക്കണം, പ്രവർത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ശരീരം ആഹാരം കഴിച്ച് ശ്വസിച്ച് രക്തസഞ്ചാരത്തോടുകൂടി ശ്വാസോച്ഛ്വാസത്തോടുകൂടി നിലനിൽക്കുന്നത്. ആ ഇന്ദ്രിയങ്ങളുടെ തലമാണ് നാം കാണുന്നത് മുഴുവൻ. ഞാൻ നിങ്ങളെ കണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ദ്രിയ തലത്തിലാണ് ഈ വ്യവഹാരം നടക്കുന്നത്. എൻ്റെ വായ സംസാരിക്കുന്നു, ശബ്ദം നിർഗളിക്കുന്നു, നിങ്ങളുടെ കർണപുടങ്ങൾ അത് കേൾക്കണു, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് എന്നെ കാണുന്നു, ഞാൻ നിങ്ങളെയും കാണുന്നു. ഐന്ദ്രിയ തലത്തിലുള്ള വ്യവഹാരമാണ്. ഈ ഐന്ദ്രിയ തലം നമുക്കറിയാം. അതിൻ്റെ ഉള്ളിൽ മനസ്ഥലം, അതിനു മുമ്പ് ഒരു വാചിക തലമുണ്ട്, സംസാരം, അതും നമുക്കറിയാം. അത് രണ്ടും കഴിഞ്ഞാൽ പിന്നെയുള്ളതാണ് മനസ്ഥലം, ബുദ്ധിതലം എന്ന് പറയുന്ന 2. ഇത് രണ്ടും ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ശബ്ദം നമുക്ക് കേൾക്കാം, ദേഹവും കണ്ണും മൂക്കും നാവും ഒക്കെ നമുക്ക് കാണാം. ഇത് കാണാനും കേൾക്കാനും പറ്റാത്തത്, അവയ്ക്ക് രണ്ടിനും അതീതമായി, ഉപരിയായി, മേലെ അല്ലെങ്കിൽ ഉള്ളിലുള്ളതാണ് നമ്മുടെ ഈ മനസ്ഥലം. ആ മനസ്സിന് വേണ്ടതുപോലെ നിർദ്ദേശ നയങ്ങളോടുകൂടി കൊണ്ടു നടത്താനുള്ളതാണ് ബുദ്ധിതലം. ഈ 2 തലം ഉള്ളിലുള്ളതാ, ഇതുവരെ നമുക്ക് അറിയുള്ളൂ. അവിടുന്ന് അങ്ങോട്ടൊരു തലമുണ്ടപ്പാ. ഈ ഇന്ദ്രിയ തലത്തെയും വാചിക തലത്തെയും മനസ്ഥലത്തെയും ബുദ്ധിതലത്തെയും ക്രോഡീകരിച്ച് അതാത് പ്രവർത്തനങ്ങളെ വേണ്ടതുപോലെ പ്രവർത്തിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പരിണത ഫലങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കി എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സംയുക്തമാക്കി നിർത്തുന്ന വിശേഷപ്പെട്ട ഒരാത്മതലമുണ്ട്. ആ ആത്മതലത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ കയ്യിൽ ഇന്ദ്രിയങ്ങളില്ല. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, കാതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല, നാവ് കൊണ്ട് രുചിക്കാൻ പറ്റില്ല, മൂക്കുകൊണ്ട് വാസനിച്ചറിയാൻ പറ്റില്ല, തൊലി കൊണ്ട് സ്പർശിച്ചറിയാനും പറ്റില്ല, സംസാരിച്ചറിയാനും പറ്റില്ല. അതിൻ്റെ അടുക്ക് ചെല്ലണമെങ്കിൽ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഊഹാപോഹങ്ങളിലൂടെ നിഗമനങ്ങളിലൂടെ അവിടെ എത്തിച്ചേരണം. എൻ്റെ ശരീരത്തിനെ ഉജ്ജീവിപ്പിക്കുന്നത് എന്ത്? കണ്ണിനെ കൊണ്ട് കാണിക്കുന്നതാര്? ചെവിയെ കൊണ്ട് കേൾപ്പിക്കുന്നതാര്? മനസ്സിനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാര്? ബുദ്ധിയെ കൊണ്ട് ആലോചിപ്പിക്കുന്നത് എന്ത് അല്ലെങ്കിൽ ആര് എന്നിങ്ങനെ ആലോചിച്ച് വേണം അവിടെ ചെല്ലാൻ. നമ്മുടെ ഉപനിഷത്തുകളൊക്കെ ആ വക വിചാരങ്ങളിൽ വളരെ ശക്തമായി പ്രഖ്യാപനമായി നിൽക്കുന്നുണ്ട്. കേനേഷിതം പതതി പ്രേഷിതം മനഃ എന്നാണ് കേനോപനിഷത്തിന്റെ ചോദ്യം. കേനേഷിതം, എന്തിനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് നമ്മുടെ മനസ്സ് ആദ്യമായി ചിന്തിക്കാൻ തുടങ്ങിയത് എന്ന്. ആദ്യത്തെ ചിന്ത മനസ്സിൽ നിന്ന് എങ്ങനെ പുറപ്പെട്ടു? മനസ്സ് ശരീരത്തിന്റെ ഉള്ളിലാണ്, ചിന്ത നടക്കുന്നതും ആ ഉള്ളിലാണ്. ഉള്ളിലുള്ള മനസ്സ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രേരണ പുറത്താവാൻ വഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾക്ക്? എൻ്റെ മനസ്സ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തയെ പ്രേരിപ്പിക്കുന്ന ശക്തി പുറത്താവോ? എന്താ അവരും ഉണ്ടാത്തെ? ആവില്ല. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന, മനസ്സല്ലാത്ത മനോവിലക്ഷണമായ ഒരു സാന്നിധ്യം, ഒരു ശക്തി ഉണ്ട് എന്ന് മനസ്സിലാവുന്നു. അവിടേക്ക് നമ്മൾ ആലോചിച്ച് ഇറങ്ങി ചെല്ലണം. അതാണ് അതിനുള്ള വഴി. അപ്പൊ ആലോചനയെ അർജുനന്റെ മനസ്സിൽ തൊടുത്തുവിടണം. അർജുനൻ ഇവിടെ വന്ന് സങ്കടപ്പെട്ട് നിൽക്കാൻ വയ്യാതെ ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതി വീണ് തേർത്തളത്തിൽ ഇരിപ്പാണിപ്പോ.
ആ ഇരിക്കുന്ന അർജുനനെ കൊണ്ട് എണീക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറ്റും, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൃഷ്ണൻ പറയുന്നു, വിചാരിക്കുന്നു, അർജുനന് കേൾക്കാൻ പറ്റും. അപ്പൊ ശബ്ദങ്ങളിലൂടെ വേണം അർജുനന്റെ മനസ്ഥലത്തിൽ എനിക്ക് പ്രവേശിക്കാൻ, ആ ബുദ്ധിയെ ഇളക്കിവിടാൻ, ഉത്തേജിപ്പിക്കാൻ, ആവേശിപ്പിക്കാൻ. എന്നിട്ട് സ്വയം ആലോചിപ്പിച്ച് ഞാൻ തത്വം മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ആദ്യം പറഞ്ഞ് മനസ്സിലാക്കിയതായിരുന്നു അനശ്വരമായ ആത്മതലം. എന്താ കൃഷ്ണൻ പറഞ്ഞത്? നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. അർജുന, അർജുന, ഇവിടെയുള്ളവരെല്ലാം മരിക്കൂലോ, എല്ലാവരെയും കൊല്ലേണ്ടി വരൂലോ, ശരപ്രയോഗം കൊണ്ട് സർവരും വീഴും, പ്രാണഹീനരാവും എന്നൊക്കെയല്ലേ നീ പറയുന്നത്? എന്നാ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നാ. സ്വാനുഭവം കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നത്വേവാഹം ജാതുനാസം, ഞാൻ ഇല്ലാതെയിരുന്ന ഒരു കാലവും ഉണ്ടായിട്ടില്ല. ദേവകി പ്രസവിച്ചതിന് ശേഷം ഒരു കുട്ടിയായി ജനിച്ചപ്പോഴാണ് ഞാൻ നിലനിൽക്കാൻ തുടങ്ങിയതെന്നല്ലേ നിന്റെയും ബാക്കിയുള്ളവരുടെയും വിചാരം. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ എന്നുള്ള നിലയ്ക്ക്, ആരുടെയാണോ ഈ ശരീരം ആ ദേഹി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇല്ലാതെയിരുന്ന കാലം ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഈ കാര്യം ശരി. നത്വേവാഹം ജാതുനാസം നത്വം. അർജുന, നിന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വാസ്തവമാണ്. നീ ഇല്ലാതിരുന്ന ഒരു കാലവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല നേമേ ജനാധിപാഃ, ദാ നിന്റെ മുൻപിൽ അണിനിരന്നിട്ടുണ്ടല്ലോ ഈ ജനാധിപന്മാര്, രാജാക്കന്മാരെല്ലാം, ഭീഷ്മരും ദ്രോണരും എല്ലാവരും കൂടി. അവരും ഇല്ലാതിരുന്ന കാലം ഉണ്ടായിട്ടില്ല. ഇനി കുറെ കാലം കഴിഞ്ഞാൽ ശരീരം പ്രാണഹീനമാകും, അപ്പൊ ഇല്ലാതെ ആവുമോ എന്ന് ചോദിച്ചാൽ പറയാനുള്ളത് നചൈവ ന ഭവിഷ്യാമഃ, ഒരു കാലത്തും ഇല്ലാതെ ആവൂല്ല. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഒരു കാലത്തും ഇല്ലാതെ ഇരുന്നിട്ടില്ല, ഇല്ലാതെ ആവൂല. ഇപ്പൊ ഉണ്ടോ? ആ കാര്യത്തിൽ സംശയമില്ല, നമ്മളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ എങ്ങനെ ഉണ്ടോ അതേപോലെ ഉണ്മ നിങ്ങളിൽ മുമ്പും ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവും. ഉള്ളത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അതൊരിക്കലും ഇല്ലാതെയാവില്ല. അഗ്നി ചുടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടോ? അഗ്നി തണുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടോ? ഐസ് ചുടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടോ? ഇല്ലല്ലോ. പാലിന് വെളുപ്പ് നിറം, അത് എപ്പോഴും വെളുപ്പ് നിറം. അഗ്നി എപ്പോഴും ചുട്ടുകൊണ്ടിരിക്കും, ഐസ് തണുത്തുകൊണ്ടിരിക്കും. ഒരു കാലത്തും ഒരു വസ്തുവിന് ഒരു മാറ്റം വരില്ല. ഉണ്മ ഉണ്മ തന്നെ എന്നും, അനുണ്മ അനുണ്മയാകാം. ഉണ്മ ഒരിക്കലും അനുണ്മയാവില്ല. ഇതാദ്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്താ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെന്ന്. ഇത് വായ കൊണ്ട് പറഞ്ഞ് ഗ്രഹിപ്പിക്കുക മാത്രമേ ഇതിന് വഴിയുള്ളൂ. ഇത് കണ്ണുകൊണ്ട് കാണേണ്ടതല്ല, ചെവി കൊണ്ട് കേൾക്കേണ്ടതല്ല. ഇത് ഗ്രഹിക്കുകയാണ് വേണ്ടത്. നമ്മുടെ സ്വയം മനസ്സും ബുദ്ധിയും കൂടി ആലോചനാ പഥത്തിൽ ഇറങ്ങി സഞ്ചരിക്കുമ്പോഴാണ് ഈ വക സങ്കല്പങ്ങളും ആശയങ്ങളും പ്രത്യയങ്ങളും എല്ലാം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞ് 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 തെളിഞ്ഞങ്ങോട്ട് വരുന്നത്. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ഞാനിത് എന്തിനാ പറയുന്നത്? ഭഗവത്ഗീതയെ 3 വിഭാഗങ്ങളായി തിരിക്കുന്നു. ആദ്യത്തെ 6 അധ്യായത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് ആത്മവിജ്ഞാനമാണ്, ആത്മതലമാണ് വിരിച്ചു കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 7 അധ്യായം മുതൽ 12 അധ്യായം വരെ ഈശ്വരനോട് നമുക്കുള്ള സർവതോമുഖമായ സമീപനം. ഒരിടത്തിലോ ഒരു സ്ഥലത്തിലോ ഒരു പ്രത്യേക പ്രതീകത്തിലോ മാത്രം ഈശ്വരനെ കാണാതെ കുത്തുപോലെ ഇരിക്കുന്ന നമ്മുടെ മനസ്സ് ആ കുത്തിൽ നിന്നൊരു വൃത്തമായി പരിണമിക്കണം, വിശാലത വരണം. ആ വിശാലത വരാൻ വേണ്ടിയാണ് 7 മുതൽ അധ്യായങ്ങൾ വ്യക്തമായി പറഞ്ഞ് വിഭൂതി യോഗം വരെ എത്തിച്ചത്. എന്നിട്ട് 11ാമത്തെ അധ്യായം വിശ്വരൂപ ദർശനം. വിശ്വരൂപ ദർശനമാണ് നമ്മുടെ വിഷയം. ആ വിശ്വരൂപ ദർശനം എനിക്ക് വേണം എന്ന് പറയാൻ എന്താ കാരണം? അർജുനന്റെ മനസ്സ് വികസിച്ചു, പറയുന്നതൊക്കെ മനസ്സിലായി. ഈശ്വരൻ എന്ന ഒരൊറ്റ വാക്കിൽ അനവധി വിഭൂതികൾ, എണ്ണമറ്റ വിഭൂതികൾ ഉൾപ്പെടും. ആ വിഭൂതികളെല്ലാം ഒരേ ഇടത്ത്
പരിലസിക്കുന്നതായി എനിക്ക് കണ്ടാ കൊള്ളാം, അങ്ങ് കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. അത് പറയാൻ ഇടവന്നതിൻ്റെ ആ വർധന ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനാണ്. അപ്പൊ ആത്മാ എന്നുള്ള ആ തലം കാണിച്ചു കൊടുത്തു. മരണം എന്നൊരു പര്യവസാനമില്ല നമുക്ക്. ശരീരത്തിൽ പല മാറ്റങ്ങളുമുണ്ട്. ആ മാറ്റങ്ങളിൽ അവസാനത്തെ മാറ്റമാണ് ശരീരം പ്രാണഹീനമായി അവിടെ എന്തോ ഒരു പരിണാമം സംഭവിക്കുന്നത്. ആ മരണം പര്യവസാനമല്ല, നാശമല്ല. അത് പരമാവധി ഒരു പരിവർത്തനം മാത്രമാണ്. പര്യവസാനം എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് എനിത്തിങ് കോൾഡ് എക്സ്റ്റിങ്ഷൻ. ഇറ്റ് ഈസ് അറ്റ് ബെസ്റ്റ് എ ട്രാൻസിഷൻ, എ ട്രാൻസ്ഫർമേഷൻ. ഇതാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതം എന്ത് പറയുന്നു? മൃത്യുഹു അത്യന്ത വിസ്മൃതി എന്ന് പറയുന്നു. മരണം എന്ന് പറയുന്നത് എപ്പോഴേക്കുമായുള്ള ഒരു വിസ്മരണം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേവരെ നടന്ന കാര്യങ്ങളൊന്നും, ആ ശരീരത്തിൽ നടന്നതൊന്നും നമുക്ക് ഓർമ്മ വരില്ല. പ്രതിദിനം നമുക്കൊരു മരണം ഉണ്ടാവാറുണ്ട്. അതാണ് ഉറക്കം. ആ ഉറക്കം കഴിഞ്ഞ് എണീറ്റാൽ പിന്നെ എണീറ്റാൽ പഴയ ഓർമ്മകളൊക്കെ വരും. അത് കഴിഞ്ഞാതില്ല. ഒറ്റ ആളും മരണത്തിനെ പേടിക്കരുത്. മരിക്കാതെ ഇരിക്കുന്നതാ നമുക്ക് കുഴപ്പം. മരണം പരമസുഖ. ഒട്ടും നിങ്ങൾ പേടിക്കരുത്. മരണം വരെയാണ് വിഷമം. നമ്മൾ മരിച്ചാൽ നമ്മുടെ ശരീരം ദഹിപ്പിക്കേണ്ടത് ബാക്കിയുള്ളവരാ. നമുക്ക് ആ ചുമതലയൊന്നുമില്ല. ചിലരൊക്കെ വയസ്സന്മാർ, പ്രത്യേകിച്ചും സ്ത്രീകൾ, കുറെ പണമൊക്കെ കരുതി വയ്ക്കും. എൻ്റെ മോൻ കഷ്ടപ്പെടരുത്, ശരീരം ദഹിപ്പിക്കാൻ കഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞ് ഒരു കിഴി പണം വെച്ചിട്ടാ പോവാ. ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ, അവർക്ക് അങ്ങനെ തോന്നുന്നു. പക്ഷെ ചുമതല ബാക്കിയുള്ളവർക്കാ. നമ്മൾ മരിക്കണില്ല, മരിച്ചിട്ടുമില്ല ഒരാളും. മരണവുമില്ല, നമുക്ക് ജന്മവുമില്ല. നമ്മൾ എക്കാലത്തും ഒരുപോലെ നിൽക്കുന്നവരാ. നിങ്ങളെല്ലാവരും ഈ പന്തലിൽ വന്ന് സന്നിഹിതരാണ്. ഇവിടെ സന്നിഹിതരാകണമെങ്കിൽ ഇതിനു മുൻപിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ അതോ ഇല്ലാതിരുന്നോ? ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ഇവിടെ വന്നത്. അതുകൊണ്ട് ജനിച്ചിവിടെ ജീവിക്കുന്ന സമയത്ത് ജന്മത്തിന് മുൻപിലും നമ്മൾ ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ ഉണ്ടാവില്ല. ഇതാണ് ഇതിന്റെ സത്യം. പക്ഷെ ഇത് ആലോചിച്ച് വേണം മനസ്സിലാക്കാൻ. പിന്നെ ശ്രീകൃഷ്ണൻ അപഗ്രഥിച്ചത് ജീവിതത്തെയാ. മരണം തീർന്നു, അനശ്വരമാണ് ആത്മാ, ഞാൻ താൻ എന്ന് മനസ്സിലായി അപഗ്രഥിച്ചതാ. എന്താ ജീവിതം? മാത്രാസ്പർശങ്ങളാണ്. മാത്രാസ്പർശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള 5 ഇന്ദ്രിയങ്ങളും ആ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള പദാർത്ഥങ്ങളും തമ്മിലുള്ള കൂടിച്ചേരൽ, സ്പർശം. നമ്മുടെ അനുഭവങ്ങൾ മുഴുവൻ ഇന്ദ്രിയങ്ങളിൽ തൊട്ടിട്ടുള്ള അനുഭവമാണ്. ഞാൻ നിങ്ങളെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ പ്രകാശകിരണങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളിൽ തട്ടി അവിടുന്ന് അങ്ങോട്ട് പോന്ന് എൻ്റെ കണ്ണിൽ കോർണിയയിൽ വന്ന് തൊട്ടാലേ അനുഭവമുള്ളൂ. ദൂരത്തുള്ള ഒരു വസ്തു എനിക്ക് അനുഭവം തരില്ല. ആ വസ്തുവിൽ നിന്ന് പ്രതിബിംബിച്ചു വരുന്നതായ കിരണങ്ങൾ, പ്രകാശകിരണങ്ങൾ കണ്ണിൽ തൊടുമ്പോഴാണ് അനുഭവം. ശബ്ദം കർണപുടത്തിൽ സ്പർശിക്കുമ്പോഴാണ് അനുഭവം. ഒരു വാച്ച് കയ്യിലെടുത്ത് തൊടുമ്പോഴാണ് അനുഭവം. നാവിലും മൂക്കിലും എല്ലാം തന്നെ. അപ്പൊ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ പദാർത്ഥങ്ങളും തമ്മിലുള്ള സ്പർശങ്ങളാണ് ജീവിതം മുഴുവനും. കാലത്തെണീറ്റാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുകയായി. ആ പ്രവർത്തനത്തിന്റെ ഫലമായി പല വസ്തുക്കളും സ്പർശരൂപത്തിൽ നാം അനുഭവിക്കുന്നു. ആ അനുഭവങ്ങൾ ഉള്ളിലാണ് പ്രതിഫലിക്കുന്നത്. അവിടുന്നാണ് ക്രോഡീകരണം നടക്കുന്നത്. അങ്ങനെ പോകുന്നതാണ്. ആ മാത്രാസ്പർശങ്ങളെല്ലാം തന്നെ വരുത്തി തീർക്കുന്നതാണ് മനസ്ഥലത്തിൽ സുഖദുഃഖങ്ങൾ. മാത്രാസ്പർശങ്ങൾ മനസ്ഥലത്തിൽ വരുത്തി തരുന്നതാണ് സുഖദുഃഖങ്ങൾ. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വസ്തുക്കളുമായി സ്പർശങ്ങൾ ഉണ്ടായാൽ അനിഷേധ്യമായി, അനിവാര്യമായി, ഒഴിച്ചുകൂടാത്തതായി ഉണ്ടാവുന്ന അനുഭവങ്ങളാണ് സുഖദുഃഖങ്ങൾ. ആ സുഖദുഃഖങ്ങൾ അനിവാര്യങ്ങളാണെങ്കിൽ സുഖത്തിനോ ദുഃഖത്തിനോ വേണ്ടി പരിശ്രമിക്കണോ? ഒക്കെ കേട്ടിരിക്കുന്നു. പരിശ്രമിക്കണോ? അത് തന്നെത്താനെ ഉണ്ടാവും. നിങ്ങൾ തടുത്താ ഇല്ലാതെ ഇരിക്കില്ല, നിർത്തിയാ നിൽക്കൂല. അനിവാര്യങ്ങളാണ്, വന്നുകൊണ്ടും പൊയ്ക്കൊണ്ടുമിരിക്കുന്നവയാണ്. ആഗമാപായിനഃ അനിത്യാഹ, ആഗമാപായിനഃ അനിത്യാഹ. വന്നുകൊണ്ടും പൊയ്ക്കൊണ്ടുമിരിക്കുന്നതാണ്. അതുകൊണ്ട് അവ അനിത്യങ്ങളുമാണ്. അപ്പൊ അനിത്യങ്ങളാണ്, വരും പോകും, പോകാതെ ഇരിക്കില്ല, വരാതെ ഇരിക്കില്ല. നമുക്കതിൻ്റെ മുകളിൽ ഒരു കൺട്രോളും ഇല്ല. ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും തമ്മിൽ സ്പർശങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ എന്താ വേണ്ടത്? ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വിടുക.
മനസ്സിലായോ പ്രേക്ഷകരെ നിങ്ങൾക്ക്? ആയിക്കോട്ടെ, നമ്മൾ നിർത്തിയാൽ നിൽക്കില്ല. ഒരൊറ്റ ആളും സുഖത്തിന് വേണ്ടി പരിശ്രമിക്കരുത്. പരിശ്രമിക്കുമോ നിങ്ങൾ? ഒരാളും ദുഃഖം ഒഴിവാക്കാനും പരിശ്രമിക്കരുത്. സുഖമുണ്ടാക്കാനോ നീട്ടിക്കൊണ്ടുപോകാനോ ദുഃഖം ഇല്ലാതെയാക്കാനോ ചുരുക്കാനോ ഒരൊറ്റ ആളും പരിശ്രമിക്കരുത്. സുഖദുഃഖ നിർമ്മാണത്തിൽ നമുക്കൊരു പങ്കുമില്ല. നമ്മുടെ ഇച്ഛ അവിടെ നടക്കൂല. അത് സ്വാഭാവികമായി അനിവാര്യമായി നടക്കുന്നതാണ്. പിന്നെ എന്താ നടക്കുക? സുഖവും ദുഃഖവും പരസ്പര പൂരകമാണെന്ന് മനസ്സിലാക്കി അവയോടൊരു സമഭാവം പുലർത്തുക. ദുഃഖത്തിനോട് അനിഷ്ടം വേണ്ട, സുഖത്തോട് പ്രത്യേക ഇഷ്ടവും വേണ്ട. ദുഃഖമാണ് സുഖം കൊണ്ടുവരുന്നത്. ദുഃഖം മുൻ ദുഃഖമാണ് പിൻ സുഖം കൊണ്ടുവരുന്നത്. അപ്പൊ ദുഃഖമാണ് സുഖം കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ ദുഃഖിക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കാമോ? മിസ്റ്റർ ദുഃഖം, യു ആർ മൈ ഫ്രണ്ട്. ദുഃഖമേ, നീ എന്റെ സ്നേഹിതനാണ്. കാരണം നീ ഇല്ലെങ്കിൽ സുഖമുണ്ടാവില്ല. സുഖത്തിനെ കൊണ്ടുവരുന്നത് നീയാ. അത് കഴിഞ്ഞ് ദുഃഖം പിന്നെയും ഉണ്ടാവണം. ഒരു സുഖം എപ്പോഴും ഉണ്ടാവുന്നത് മുൻ ദുഃഖത്തിന്റെയും പിൻദുഃഖത്തിന്റെയും ഇടയിലാണ്. രണ്ട് ദുഃഖങ്ങൾക്ക് ഇടയിലുണ്ടാവുന്ന ഒരു സുഖത്തിന് എന്തെങ്കിലും ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? എന്താ മിണ്ടാതെ? കൊലച്ചോറ് പോലെയല്ലേ അത്? തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് സമൃദ്ധമായ ഒരു ഊണ് കഴിക്കൂ എന്ന് പറഞ്ഞാൽ ആർക്കാ കഴിക്കാൻ പറ്റുക? സുഖം അനുഭവിക്കുന്ന സമയത്ത് ദുഃഖത്തിലേക്കാ പോകുന്നത്. ദുഃഖം കൊണ്ടുവരുന്നതും ദുഃഖത്തിലേക്ക് നയിക്കുന്നതുമായ സുഖം എങ്ങനെ നമുക്ക് പ്രീതികരമാകും? സുഖത്തിലേക്ക് നയിക്കുന്ന ദുഃഖം എങ്ങനെ അപ്രീതികരമാകും? അപ്പൊ അവയോടുള്ള മനസ്ഥിതി തന്നെ മാറി രണ്ടും പാരസ്പര്യത്തോടുകൂടി അന്യോന്യതയോടുകൂടി ഒന്ന് മറ്റൊന്നിനെ പൂരിപ്പിക്കാനും ആനയിക്കാനും നിർവഹിക്കാനും ഒക്കെ ഉള്ളതാണെന്ന് മനസ്സിലാക്കി സമഭാവം പുലർത്തുക. ഈ സമഭാവമുണ്ടല്ലോ, രണ്ട് കൈകൾ പോലെ, ഒരു കൈ മറ്റൊരു കൈക്ക് സഹായം എന്ന് പറഞ്ഞതുപോലെ പരസ്പര പൂരകങ്ങളാണെന്ന് മനസ്സിലാക്കി ആ സുഖദുഃഖത്തെ ഒരുപോലെ സ്വീകരിക്കുന്നതാണ് സമഭാവം. ഇതാണ് മോക്ഷത്തിനും ശ്രേയസ്സിനുമുള്ള വഴി. നിങ്ങൾ കാട്ടിലേക്ക് പോകണ്ട, തപസ് ചെയ്യണ്ട. ജ്ഞാന തപസ് എന്നാണ് ഇതിന് പേര്. സുഖദുഃഖങ്ങൾ എവിടെ ഉണ്ടാവണു, എങ്ങനെ ഉണ്ടാവണു എന്ന് പരിശോധിച്ച് നോക്കി രണ്ടിലും ഒരുപോലെയുള്ള ഒരു മനസ്ഥിതി വളർത്തിയെടുത്ത് വേണ്ടതുപോലെ കൊണ്ടുവരുന്നതാണ് നമുക്ക് ആവശ്യം. ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ പുറപ്പെടരുത്, സുഖത്തെ നീട്ടിക്കൊണ്ടുപോകാൻ പുറപ്പെടരുത്. നമ്മൾ വിശക്കണു, വിശപ്പ് മാറാൻ ഊണ് കഴിക്കും. എത്ര നേരം ഊണ് കഴിക്കും ഒന്ന് പറയും? ആ വിശപ്പ് മാറുന്ന സുഖം ഉണ്ടാവാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുമോ നിങ്ങൾ? അമ്മാതിരി വെള്ളം കുടിക്കണു ദാഹത്തിന്, എന്നാ ഒരു 4 ലിറ്റർ കുടിച്ചു കളയാ, അതുണ്ടോ? ഒക്കെ നമുക്ക് താത്കാലികങ്ങളാ. അത് മനസ്സിലാക്കി സമഭാവത്തോടു കൂടിയിരിക്കുക. ഈ സമഭാവം എന്ന് പറയുന്നത് അമൃതത്വായ കൽപ്പതേ, അമൃതത്വായ കൽപ്പതേ എന്നാ പറയണത്. ഈ സമഭാവം ശീലിക്കുന്നവരെ അമൃതത്വം, ഇമ്മോർട്ടാലിറ്റി, മോക്ഷം, ശ്രേയസ്സുണ്ടാവും. സമഭാവത്താൽ അലങ്കൃതമായ മനസ്സ്, സമഭാവത്തിൽ ഉറച്ചിരിക്കുന്ന മനസ്സ് വാസ്തവത്തിൽ ആത്മാവായി തീരുന്നു. അതിനുള്ള വഴികളാണ് സ്ഥിതപ്രജ്ഞൻ, സ്ഥിതധി എന്നൊക്കെ പറഞ്ഞ് 2-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിവരണങ്ങളും എല്ലാമായി ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി. ഇതാണ് ബ്രഹ്മസ്ഥിതി. ഇത് പ്രാപിച്ചാൽ പിന്നെ ആ ആൾക്ക് മോഹമില്ല. അവസാന നിമിഷം പോലും ഇതിൽ പ്രവേശിക്കാൻ സാധിച്ചാൽ ആ മനുഷ്യന് കൈവല്യമായി എന്ന് പറഞ്ഞ് കൃഷ്ണൻ പറയാനുള്ളത് പറഞ്ഞു നിർത്തി. വാസ്തവത്തിൽ സാങ്ഖ്യ സിദ്ധാന്തം മുഴുവനാക്കി ആത്മാവിനെ വേണ്ടതുപോലെ കാണിച്ചു കൊടുത്തു. ആത്മദർശനത്തിനുള്ള വഴി പറഞ്ഞു. സ്ഥിതപ്രജ്ഞനായി എങ്ങനെയാണ് മനസ്സ് നിശ്ചലമായി അന്തരാത്മാവിൽ ലയിക്കുന്നത്, അവിടുന്ന് എണീറ്റതിന് ശേഷം ബുദ്ധിയിൽ ആ അനുഭവം താങ്ങി നിർത്തി ഒരു വികസിത വ്യക്തിത്വം എങ്ങനെ നേടുന്നു, എല്ലാം തന്നെ ബ്രഹ്മമയം എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെ, ഇതൊക്കെ വ്യക്തമാക്കി കൊടുത്തു. സ്ഥിത്വാസ്യാം അന്തകാലേപി ബ്രഹ്മനിർവാണം പൃച്ഛതി എന്നും പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോഴാണ് അർജുനന്റെ ചോദ്യം. ആ ചോദ്യത്തെ തുടർന്നാണ് 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം, 6-ാം അധ്യായത്തിൽ ഈ സാങ്ഖ്യ സിദ്ധാന്തം പരിസമാപിക്കുകയാണ്. അവിടെയാണ് ധ്യാനം എന്ന് പറഞ്ഞൊരു പരിശീലനം നമുക്ക് ആവശ്യമാണ്. ആ ധ്യാനം എങ്ങനെ പരിശീലിക്കണം? അത് ദൈഹികമാണോ, യോഗാസനങ്ങളാണോ? അല്ല. ദൈഹികമായ ചില സഹായങ്ങൾ ധ്യാനത്തിന് പ്രയോജനപ്പെടാം.
പക്ഷെ വാസ്തവത്തിലുള്ള ധ്യാനം ഒരിടത്തിരുന്ന് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രം ചെയ്യുന്നതാണ്. ആ ധ്യാനത്തിനെ വിവരിച്ച് അത് സംഭവിക്കുന്നത് എന്താ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഇങ്ങോട്ട് അവസാനിപ്പിച്ചു. ആ സാഖ്യ സിദ്ധാന്തം മുഴുവനും അവസാനിച്ചു കഴിഞ്ഞു 6-ാം അധ്യായത്തോടു കൂടി. ഇനി 7-ാം അധ്യായം 2-ാമത്തെ പങ്കിൽ എന്താ പറയണത്? ദേഹത്തിലുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ ദേഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് വിചാരിക്കരുത്. ആ മനസ്സിനെ വിശാലമാക്കണം, വിസ്തൃതമാക്കണം. നാം ശ്വസിക്കുന്ന വായു നമ്മുടെ ദേഹത്തിൽ മാത്രമേ ഉള്ളൂ? ഞാൻ ശ്വസിക്കുന്ന വായു, രക്തം എൻ്റെ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ. മാംസം, വെള്ളവും അതുപോലെയാ. എൻ്റെ ശരീരത്തിലുള്ള വെള്ളം ശരീരത്തിൽ തന്നെയുള്ളൂ. എന്നാൽ ഞാൻ ശ്വസിക്കുന്ന വായു ഉള്ളിൽ ശ്വാസകോശത്തിലും ശരീരത്തിലുമെല്ലാം നിറഞ്ഞ് മുറിയാതെ മൂക്കിലൂടെ ഇങ്ങനെ വ്യാപിച്ചിരിക്കുക. എൻ്റെ ഉള്ളിൽ ശ്വാസം വായു കുറവും പുറത്തു വായുകോശം കൂടുതലുമാണ്. അപ്പൊ ശ്വാസരൂപത്തിൽ ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നത് അതിവിശാലമായ ഒരു വായുകോശത്തോടാണ്. അതേമാതിരി നിങ്ങളുടെ ദേഹാന്തർഗതമായ ദേഹത്തിന്റെ ഉള്ളിലുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്ഥലം ദേഹത്താൽ പരിമിതമല്ല, അതിൽ ഒതുങ്ങിയിരിക്കുന്നതല്ല. നേരെ മറിച്ച് കാറ്റെങ്ങനെ വിശാലമോ അതിനേക്കാൾ എത്രയോ വിശാലമാണ് നിങ്ങളുടെ മനസ്സ്. ചേതനാതലം, ചേതനാതലം, ചേതനാതലം. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങള് വിശാലമാവട്ടെ നിങ്ങളുടെ മനസ്സ്. എൻ്റെ 2 കുട്ടികള്, ഞാൻ കെട്ടിയവൻ അല്ലെങ്കിൽ കെട്ടിയവള്, ഞങ്ങളുടെ വീട് ഒക്കെ വീട്ടുകുട്ടികളും വീട്ടുപൗരന്മാരുമായി കഴിയാണ്. വീട്ടിൽ ജനിക്കുന്ന കുട്ടി വീട്ടിലത്തെ കുട്ടിയല്ല, നാട്ടിലെ കുട്ടിയാണ്. ദേശത്തിന്റെ പൗരനാണ്, ലോകത്തിന്റെ പൗരനാണ്. ജനിച്ചത് വീട്ടിലെ സമ്മതിച്ചു, പക്ഷെ വീട്ടു പാസ്പോർട്ട് എന്നൊരു പാസ്പോർട്ടില്ല. ഉണ്ടോ? എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തപ്പ? ചിന്തിക്കാനാണ് മനസ്സ്, ഊണ് കഴിക്കാനാണ് വായും വയറുമൊക്കെ. മനസ്സുകൊണ്ട് ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ആ ദേഹത്തിലുള്ള മനസ്സ് വിശാലമാവാൻ വേണ്ടി ശ്രീകൃഷ്ണൻ സംസാരിക്കാൻ തുടങ്ങി. ആ 6 അധ്യായം വളരെ വിശേഷപ്പെട്ടതാ. എല്ലാം വിസ്തൃതം വിസ്തൃതം, വിശാലം വിശാലം. ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഞാനിങ്ങനെ ഉണ്ടല്ലോ അർജുനന്റെ മുൻപിൽ ഈ കൃഷ്ണൻ വാസ്തവത്തിൽ ദേഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമല്ല. ദേഹം പാഞ്ചഭൗതികമാണ്, ദ്രവ്യവും ഊർജവും കൂടിയിട്ടുള്ള ഒരു സംഘാതമാണ് ദേഹം. ആ ദേഹം എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു പ്രത്യേകതയുമില്ല. എൻ്റെ വായുടെ ഉള്ളിൽ നിന്ന് വാക്കുകൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ ആശയദീപ്തമാണ് ഓരോ വാക്കും. ആ വാക്ക് രൂപപ്പെടുന്നത് മനസ്സിലാണ്, ബുദ്ധിയിലാണ്. ആ മനസ്സും ബുദ്ധിയുമാണ് ഉൾവ്യക്തിത്വം. ആ വ്യക്തിത്വത്തിലാണ് മഹിമ, മാനം, നേട്ടം, ഉയർച്ച, ഉത്തുംഗത, ഔത്കൃഷ്ട്യം, ഔന്നത്യം. ഇത് മുഴുവനും ഉൾവ്യക്തിത്വത്തിനാ. പുറം ശരീരം 21 വയസ്സ് വരെ വളരുള്ളൂ. അത് കഴിഞ്ഞാൽ ക്ഷീണം തുടങ്ങി, ക്ഷയം തുടങ്ങി. പിന്നെ വളരാനുള്ളത് എന്താ? നമ്മുടെ മനസ്സും ബുദ്ധിയും മാത്രമാണ് ഉൾവ്യക്തിത്വം. ആ ഉൾവ്യക്തിത്വത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കിക്കോളൂ, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ വീട് മാത്രമല്ല കാണാൻ പറ്റുക. നാട് കാണാം, ലോകം കാണാം, വിശ്വമൊട്ടാകെ കാണാം. എത്രയോ അകലെയാണ് സൂര്യൻ. നമ്മുടെ ചെറു കണ്ണുകൊണ്ട് വീട്ടിലിരുന്നാണ് കാണുന്നത്. എത്രയോ അകലെയാണ് നക്ഷത്രങ്ങൾ, നക്ഷത്രഗോളങ്ങളെല്ലാം തന്നെ. അതൊക്കെ ഈ ചെറിയ കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് ഞാൻ അവയോട് ബന്ധപ്പെടുകയാണ്. അപ്പൊ ഉൾവ്യക്തിത്വത്തിന്റെ പരിധി ഇത്രയാന്ന് പറയാൻ പറ്റില്ല. ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച. ഈ പ്രപഞ്ചത്തിൽ എൻ്റെ പ്രകൃതി ഉണ്ടല്ലോ, ആ പ്രകൃതിയിലെല്ലാം കൂടി 5-8 ഘടകങ്ങളാണ്. അതിൽ പുറമെയുള്ള 5 എണ്ണം ഘനീഭവിച്ചതാണ് പഞ്ചഭൂതങ്ങൾ. ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം. ഇതൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനും ഗ്രഹിക്കാനും അനുഭവിക്കാനുമുള്ളതാണ്. എന്നാൽ ഇവയ്ക്ക് മീതെ ചേതനാമയമായ 3 എണ്ണമുണ്ട്: മനസ്സ്, ബുദ്ധി, അഹങ്കാരം.
മനസ്സ്, ബുദ്ധി, അഹങ്കാരം. എപ്പോഴൊക്കെ മനസ്സ് എന്ന് പറഞ്ഞോ, ബുദ്ധി എന്ന് പറഞ്ഞോ, അഹങ്കാരം എന്ന് പറഞ്ഞോ, ഇത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലോ അതോ പുറത്തോ? ശരീരത്തിന്റെ ഉള്ളിലോ പുറത്തോ? അപ്പൊ മികച്ച 3 ഉള്ളിലാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ. അവയാണ് ഈ ചുക്കാൻ പിടിക്കുന്നത്. നിങ്ങൾ ഭൂമിയെ കണ്ട് ഒന്നും തോന്നണ്ട, ആകാശത്തിനെ കണ്ടിട്ടും തോന്നണ്ട. ജഡമായ 5 ഘടകങ്ങളാണ് ഈ പഞ്ചഭൂതങ്ങൾ. ആ ജഡമായ ഘടകങ്ങൾക്ക് സ്വബുദ്ധിയില്ല, അതിന് വലിയ ശക്തിയും ഒന്നുമില്ല. അതിനെ നാം പ്രയോഗിക്കുകയോ ചെയ്യുമ്പോഴാണ് അതിന് ശക്തി ഉണ്ടാവുന്നത്. അത് പ്രയോഗിക്കാനും വിനിയോഗിക്കാനും ഉൾവ്യക്തിത്വം വേണം, മനസ്സ് വേണം, ബുദ്ധി വേണം. അപ്പൊ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന 3 ഈ 8 ഘടകങ്ങളിൽപ്പെട്ടത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ നിങ്ങൾ പറയൂ, നമ്മുടെ വ്യക്തിത്വം ഈ ലോകത്തേക്കാൾ മേലെയോ അതോ കീഴെയോ? സർവ്വ ആൾക്കാരും പറയണം. ഈ ജഡവസ്തുക്കളെ കൊണ്ട് എന്ത് നടക്കും ഈ ലോകത്തിൽ? ഭൂമി ഇരുന്ന പാട്ടിൽ ഇങ്ങനെ ഇരിക്കും, കാറ്റിങ്ങനെ ഇരിക്കും, ജഡാണ് എല്ലാം. അതിന് ക്രിയാത്മകത്വം എന്ന് പറയണതൊന്നുമില്ല, സജീവത്വം എന്ന് പറയണതില്ല. ആ സജീവത്വം നൽകണമെങ്കിൽ മനസ്സും ബുദ്ധിയും അഹങ്കാരവും വേണം. അത് ശരീരത്തിന്റെ ഉള്ളിലാണ്. പഞ്ചഭൂതങ്ങളോ അതുകൊണ്ടുണ്ടാക്കിയതാ നമ്മുടെ ശരീരം. അപ്പൊ നമ്മുടെ വ്യക്തിത്വം വാസ്തവത്തിൽ ഈ പഞ്ചഭൂത നിർമ്മിതമായ പ്രപഞ്ചത്തിന്റെ മീതെയാണ്, മേലെയാണ്, മികച്ചതാ. അങ്ങനെ ഓരോന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ വിചാരം, ആത്മാ എന്നുള്ള ആ കുത്തിൽ നിന്ന് വിശാലമായ പ്രപഞ്ചത്തിലേക്കും പ്രകൃതിയിലേക്കും വികസിച്ച് പോവാ. ഇത്രയും കേട്ടപ്പോ അർജുനന്റെ മനസ്സ് ഉത്കണ്ഠയായി അതിന്. എന്നിട്ട് അർജുനൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, കേട്ടോളൂ. 8-ാം അധ്യായത്തിൽ കിം തദ്ബ്രഹ്മ കിമധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അതിദൈവം കിമുച്യതേ അധിയജ്ഞഃ കഥം കോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മഭിഃ. ഞാനിതൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? ഒന്ന് കേൾക്കണപ്പാ. 14 കൊല്ലായി, 13 കൊല്ലായി ഈ 12 ചോട്ടിലിരുന്ന് നമ്മൾ സംസാരിക്കണം. നിങ്ങളൊക്കെ ഇപ്പൊ വൈകുണ്ഠത്തിൽ എത്തിക്കഴിഞ്ഞ് മടങ്ങി വന്നവരാന്നാ എൻ്റെ അഭിപ്രായം. കിം തദ് ബ്രഹ്മ കിം അധ്യാത്മം. ഭീഷ്മരെയും ദ്രോണരെയും കണ്ട് പേടിച്ച്, സംശയിച്ച്, വിഷമിച്ച്, വ്യസനിച്ച് നിൽക്കാൻ വയ്യാതെ കടന്ന് ഇരുന്നവനാണ് ആരാ? അർജുനൻ. ആ അർജുനൻ ഇപ്പൊ പൃച്ഛകനായി എന്തൊക്കെയാപ്പാ ചോദിക്കണത്? കിം തദ് ബ്രഹ്മ, എന്താണ് ആ ബ്രഹ്മം? കിം അധ്യാത്മം, അധ്യാത്മം എന്ത്? കിം കർമ്മ, കർമ്മം എന്ന് പറയണത് എന്ത്? പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം. അധിഭൂതം എന്നൊരു സങ്കല്പം പ്രത്യയമൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. അധിദൈവം എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. അധിയജ്ഞം എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഈ ദേഹത്തിന്റെ ഉള്ളിലുള്ളതാണെന്നാ പറയണത്. അപ്പൊ എനിക്കിതൊക്കെ ഒന്ന് വിരിച്ച് പറഞ്ഞു കാണിച്ചു തരണം എന്ന് പറഞ്ഞ അർജുനൻ ചോദിക്കുന്നു. എന്റെ കൂട്ടരെ, ഇത് പടക്കളത്തിൽ വെച്ച് നടന്ന സംവാദമാണ്. യുദ്ധം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, അതിന് വയ്യാതെ ഇരിക്കും വേണപ്പോ. ആ സമയത്താണ് അർജുനൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഇത് വെറും മരണത്തിനോട് സമീപിച്ച് മരണസമീപനത്തിൽ ചോദിക്കുന്നതല്ല. ഇനിയും കുറെ കാലം ജീവിച്ചിരിക്കണം, മഹാഭാരത യുദ്ധം നടത്തണം, അതിനുള്ള ശക്തിയും ശേമുഷിയും ഒക്കെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ആ ചെറിയ തോതിൽ ചിന്തിച്ചിരുന്ന അർജുനന്റെ മനസ്സ് എത്ര വലുതായി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അധ്യാത്മം, അധിദൈവം, അധിഭൂതം, അധിയജ്ഞം, കർമ്മം, ബ്രഹ്മ, ഇങ്ങനെയുള്ള സങ്കല്പങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തിൽ പഴയകാലം മുതൽക്ക് സംസ്കൃതത്തിന്റെ ഇഴകളായി കൂട്ടിപ്പിരിച്ച് അങ്ങനെ നിന്നു പോരുന്നതാണ്. ആ സംഗതികളെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന് പറയാം. അപ്പൊ ആത്മാ എന്ന് പറയുന്ന കേന്ദ്രബിന്ദു ഉണ്ടല്ലോ, ആ കേന്ദ്രബിന്ദുവിൽ നിന്നാണ് പ്രകൃതി എന്ന് പറയുന്ന വിസ്താരം മുഴുവനും വന്നിരിക്കുന്നത്. ഈ 5 പുറത്ത്, 3 അകത്ത്, അതിൽ നിന്നാണ് ഈ കാണുന്നത് മുഴുവനും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗം വെറും വീട്ടുകാര്യം മാത്രം നോക്കാനുള്ളതോ? ആ ശരീരത്തിന്റെ ഉള്ളിലുള്ള മനസ്സും ബുദ്ധിയും അഹങ്കാരവും അടങ്ങുന്ന ഉൾവ്യക്തിത്വം ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും
മുഴുവനും തുടക്കവും അവസാനവും എന്ന് നിങ്ങളെല്ലാവരും ചിന്തിച്ചു നോക്കണം. ഒന്ന് ഭാവന ചെയ്യൂപ്പാ. മനുഷ്യരാണ് നമ്മള്. നമുക്കാണ് ബുദ്ധി, നമുക്കാണ് മനസ്സ്, നമുക്കാണ് ആലോചനാശീലം. അപ്പൊ ആത്മാ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ ആ ഉൾകേന്ദ്രീയതയിൽ നിന്ന് എങ്ങനെയാണ് ഈ അനന്തവിശാലത വരുന്നത് എന്ന് പറഞ്ഞ് മനസ്സിനെ വിശാലമാക്കാനുള്ള ഒരു ഉപദേശമാണത്. അർജുനൻ പടക്കളത്തിൽ നിന്ന് ദുഃഖിച്ചിരുന്ന അർജുനൻ എങ്ങനെ വിചാരശീലനായോ, വിചാരമഗ്നനായോ, അവിടുന്ന് അങ്ങട് വിശ്വവ്യാപകമായ ഒരു ജിജ്ഞാസ, ഒരു വളർച്ച, ഒരു വികാസം അർജുനൻ ആവശ്യപ്പെട്ടുവോ, അതേമാതിരി വീട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേമാതിരി സാർവജനീനമായ ഒരു ഉൾവ്യക്തിത്വം വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ദിവസേന 2 നേരവും 3 നേരവും ഊണ് കഴിച്ച് 2 കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന് പഠിപ്പിച്ച് വിദേശത്തിലേക്ക് അയച്ചത് കൊണ്ട് മാത്രം നമ്മളിവിടെ നിൽക്കാൻ പോണില്ല. നിങ്ങളുടെ മുൻപിൽ കിടക്കുന്നത് ആഹ്വാനം, വലിയ ഒരു ആഹ്വാനമാണ്. അനന്തമായി ഈ പ്രപഞ്ചത്തിന്റെ ഉറവിടം നിങ്ങൾ കണ്ടെത്തൂ. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ബുദ്ധി വീട്ടുകാര്യം മാത്രം ചിന്തിക്കാനുള്ളതല്ല, ലോകത്തെപ്പറ്റി മുഴുവനും ചിന്തിച്ച് എത്രയും വിശാലം, എത്രയും വിസ്തൃതമാകാനുള്ളതാണ്. 9-ാം അധ്യായത്തിൽ കൃഷ്ണൻ സ്വയം തന്നെ വിവരിക്കുക. അർജുനന്റെ അന്വേഷണമൊക്കെ കേട്ട് വളരെ സന്തോഷം തോന്നി. അർജുനന് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് തോന്നി. 9-ാം അധ്യായം, ഇദം തുതേ ഗുഹ്യതമം പ്രഭക്ഷ്യാമ്യനസൂയവേ. 9-ാം അധ്യായത്തിൽ പറയാണ്, ഇദം തുതേ ഗുഹ്യതമം പ്രഭക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. ഞാൻ വളരെ പ്രസക്തമായിട്ടാണ് സംസാരിക്കുന്നത്, വളരെ ശാസ്ത്രീയമായിട്ടാണ് സംസാരിക്കുന്നത്. ഇദം തുതേ ഗുഹ്യതമം പ്രഭക്ഷ്യാമ്യനസൂയവേ. അർജുനന്റെ മനസ്സ് നന്നായി. ദുര്യോധനൻ, ശത്രുക്കൾ, ഭീഷ്മൻ, ദ്രോണൻ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചിന്തകളിൽ മാത്രമല്ല വ്യാപരിക്കുന്നത്. മനസ്സ് വിശാലമാകാൻ ഇഷ്ടപ്പെടുന്നു, വിശാലമായി. അങ്ങനെ വിശാലമായ മനസ്സോടുകൂടി ഉള്ള ഒരു വളർച്ച കണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അങ്ങനെയുള്ള പൃച്ഛകന്മാർക്കും ജിജ്ഞാസുക്കൾക്കും പറഞ്ഞു കൊടുക്കാനുള്ള വിശേഷപ്പെട്ട ബ്രഹ്മവിദ്യ, പരമവിദ്യ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറയുകയാണ്, ഇദം തുതേ ഗുഹ്യതമം. ഇത് സാധാരണ ആരും പറഞ്ഞു കൊടുക്കാതെ രഹസ്യമായി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ രഹസ്യമായി വെച്ചുകൊണ്ടിരിക്കുന്ന ഈ വളർച്ചയുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഇതിന് ജ്ഞാനം വിജ്ഞാനസഹിതം. ഇത് പറയുന്നു എന്നുള്ള അർത്ഥത്തിൽ, കേൾക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഒരു തരത്തിൽ ജ്ഞാനമാണ്. എന്നാൽ അത് വെറും കേട്ട് മനസ്സിലാക്കി കളയാനുള്ള ഒരു ജ്ഞാനമല്ല. കേൾക്കുന്നത് മാതിരി, ഗ്രഹിക്കുന്നത് മാതിരി ഉൾത്തലത്തിൽ വികാസവും വന്ന്, വിജ്ഞാനവും വന്ന് നമുക്കൊരു നേട്ടം, ഒരു മാനം, ഒരു മഹിമയൊക്കെ വർദ്ധിച്ചു വരും. അപ്പൊ ഉൾമാനം വർദ്ധിപ്പിക്കുന്നത്, ഗ്രഹണം സുദൃഢമാക്കുന്നത്, ഉൾ വ്യക്തിത്വത്തെ പുഷ്ടിപ്പെടുത്തുന്നത്, ഈ പ്രപഞ്ചത്തെ പോലും അതിശയിക്കാവുന്ന തരത്തിലുള്ള ഒരു ഉൾ വ്യക്തിത്വം വളർത്തിയെടുക്കുന്ന വിജ്ഞാനമാണ്. യജ്ഞാത്വ, ഇത് മനസ്സിലാക്കിയാലോ മോക്ഷ്യസേ അശുഭാത്. എല്ലാ തരത്തിലുമുള്ള അശുഭ സ്വാധീനങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പിടിക്കുന്ന പലതരത്തിലുള്ള അശുഭ കാര്യങ്ങളുമുണ്ട്. ആ അശുഭ കാര്യങ്ങൾ മുഴുവനും തന്നെ നമ്മുടെ മനസ്സിനെ വിട്ടങ്ങോട്ട് പോവും. നിങ്ങൾക്ക് മോക്ഷം കിട്ടും. പിന്നെ നിങ്ങൾക്ക് പേടിക്കണ്ട, ഇവിടെ പാപമുണ്ടോ പുണ്യമുണ്ടോ. പുണ്യം തേടാനായി ഓടി നടക്കണ്ട, തുള്ളിയായിട്ട് പുണ്യം കിട്ടാൻ. നിങ്ങളുടെ മനസ്സ് തന്നെ പുണ്യപാപങ്ങൾക്ക് അതീതമായി ആത്മവികാസത്തോടുകൂടി ബ്രഹ്മതുല്യം അങ്ങനെ പരിലസിക്കും. അതും കഴിഞ്ഞ് 10-ാം അധ്യായത്തിൽ പറയുകയാണ് അതേ കൃഷ്ണൻ, ഭൂയേവ മഹാബാഹോ ശൃണുമേ പരമം വചഃ യത്തേഹം പ്രീയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ. പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒന്ന് നോക്കൂപ്പാ, എത്ര അരുമയായിട്ടാണ് ഈ കൃഷ്ണൻ സംസാരിക്കണേന്ന്. നിങ്ങൾ അച്ഛനമ്മമാർ കുട്ടികളെ വിളിച്ച് 10 വാക്ക് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? മോനെ ഇവിടെ വന്നിരിക്കേ
എത്രയും വലിയ രഹസ്യമാണ്, അമൃതാണ്. ഒന്ന് കേക്ക്, ഞാനിത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ താനുണ്ണാത്തവരെ എങ്ങനെയാ വരം കൊടുക്കുക? എത്ര അരുമയോട് കൂടിയിട്ടാ പറയണത്. പടക്കളത്തിലാണ് സംസാരം. പക്ഷെ ആ പറയുന്ന വിഷയങ്ങളൊന്നും പടയും പടക്കളവും അല്ല. പ്രപഞ്ചത്തിന്റെ ഉത്പത്തി സ്ഥിതി ലയത്തെക്കുറിച്ചാ സംസാരിക്കുന്നത്. അവിടെ അറിവ് എവിടെ കിട്ടിയാൽ എന്താ വിരോധം? ചുടുകാടിൽ കിട്ടിയാൽ എന്താ അത് അസ്വീകാര്യ? എവിടെ ആയാലും നമുക്ക് അറിവ് കിട്ടണം, വികസിക്കണം, വിശാലമാവണം. അതാണ് നമുക്ക് ആവശ്യം. ഭൂയയേവ മഹാബാഹോ ശൃണുമേ പരമം വചഃ. വീണ്ടും ഞാൻ പറഞ്ഞു തരാം എൻ്റെ അരുമ അർജുന. ശൃണുമേ പരമം വചഃ. തത്വപ്രതിപാദനത്തിൽ അങ്ങേ അറ്റത്തുള്ള വാക്കുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഇഷ്ടപ്പെട്ട് പറയുകയാണ്. നീ കേൾക്കണമല്ലോ, ചോദിക്കണമല്ലോ, ഗ്രഹിക്കാൻ തയ്യാറുണ്ടല്ലോ, മനസ്സിന് വികാസം വരുന്നുണ്ടല്ലോ, ഇനിയും വരൂലോ എന്ന് വിചാരിച്ച് സന്തോഷത്തോടുകൂടി, ആശയോടുകൂടി, പ്രതീക്ഷയോടുകൂടി പറഞ്ഞു തരികയാണ്. യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമ്യയ. ഞാനിത് എന്തിനാ പറയുന്നത്? നിന്റെ നന്മയ്ക്ക് വേണ്ടി. എന്റെ അർജുനൻ, എന്റെ അർജുനൻ, എന്റെ പാർത്ഥൻ കെങ്കേമനാവണം, ശ്രേഷ്ഠനാവണം, പരമനാവണം. അവന് ഒരു തരത്തിലുള്ള കോട്ടവും കുറവും ഉണ്ടാവരുത്. അവൻ എല്ലാവരിലും മികച്ചവനാവണം. വില്ലാളി വീരൻ മാത്രമായാ പോരാ, ജ്ഞാന സുഭകനും ആകണം, വിജ്ഞാന സാഗരമാകണം. അങ്ങനെ വിചാരിച്ചു പറയുകയാണ്. യത്തേഹം പ്രിയമാണായ. നിന്നെ എനിക്ക് എത്രയാണ് ഇഷ്ടം എന്നറിയോ? ആ ഇഷ്ടപ്പെട്ടവരെന്ത് ചെയ്യും? ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. രഹസ്യമാണെങ്കിൽ വെളിപ്പെടുത്തി കൊടുക്കും. നമേ വിദുസുരഗണാഃ പ്രഭവം ന മഹർഷയഃ അഹം ആദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ യോ മാം അജമനാദിം ച വേത്തി ലോകമഹേശ്വരം അസമ്മൂഢഃ സമർത്യേഷു സർവപാപൈഃ പ്രമുച്യതേ. അതിന് പൂർവപീഠിക പറയാ. നമേ വിദുഃ സുരഗണാഃ. കൃഷ്ണൻ ദേവകിക്ക് ജനിച്ച കുട്ടിയാണ്. ഇതെല്ലാവർക്കും അറിയാം. ജനിച്ചത് എന്താ? പാഞ്ചഭൗതികമായിരിക്കുന്ന ഒരു പിണ്ഡം, ഒരു ശരീരം. എന്നാൽ ആ കൃഷ്ണന്റെ ഉള്ളിൽ മനസ്സിലും ബുദ്ധിയിലുമുള്ള മഹിമയെ പറ്റി ആർക്കും അറിയില്ല, അമ്മയ്ക്കും അറിയില്ല. എന്നിട്ടാണല്ലോ വായ തുറക്കാൻ പറഞ്ഞത്. വായ തുറന്നപ്പോഴോ യശോദയ്ക്കുണ്ടോ അറിയണു കൃഷ്ണന്റെ യോഗ്യത? ദേവയ്ക്കുണ്ടോ അറിയണു കൃഷ്ണന്റെ യോഗ്യത? അർജുനുണ്ടോ അറിഞ്ഞിരുന്നു? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടോ? കൃഷ്ണൻ പറഞ്ഞു മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ കണ്ണു തുറിക്കുന്നത്. അയ്യോ, ഇങ്ങനെ ഒരാളാണോ കൃഷ്ണൻ? നമേ വിദുസുരഗണാഃ പ്രഭവം ന മഹർഷയഃ. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ജനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുട്ടികളുമുണ്ട്. ആ കുട്ടികളുടെ ആരുടെയെങ്കിലും ഉദ്ഭവസ്ഥാനം നിങ്ങൾക്ക് അറിയാമോ? ശരീരം ഗർഭകോശത്തിൽ നിന്ന് പുറത്തു വന്നു. ആ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ജീവനുണ്ടല്ലോ, ആ ചേതനാംശം, അതെവിടുന്നാന്ന് വന്നേന്ന് ആർക്കെങ്കിലും അറിയോ? അറിയില്ല. നമ്മുടെ ഉദ്ഭവമൊന്നും നമുക്കറിയില്ല. പ്രഭവം ന മഹർഷയഃ. മഹർഷിമാർക്ക് പോലും കണ്ടുപിടിക്കാൻ വിഷമമാണ്. അഹമാതിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. ആ വിശ്വരൂപത്തിന്റെ അവിടേക്കുള്ള പോക്കാണ് വിശ്വരൂപ ദർശനം. എന്തുകൊണ്ടാണ് ആവശ്യപ്പെട്ട അർജുനൻ എന്നുള്ളത് പറയുകയാണ്. അപ്പൊ തനിക്കുള്ള ഐശ്വര്യങ്ങളും പ്രഭാവങ്ങളും മേന്മകളും എന്തെല്ലാം അപൂർവ ലക്ഷണങ്ങളുണ്ടോ, മഹിമകളുണ്ടോ, അതെല്ലാം വിവരിക്കുകയാണ്. മഹർഷിമാർ പോലും ദേവന്മാർ പോലും എന്നെപ്പറ്റി ശരിക്കും മനസ്സിലാക്കുന്നില്ല. എന്നെ ലോകമഹേശ്വരനായി അനാദിയായി ആരറിയുന്നുവോ ആ മനുഷ്യൻ എല്ലാവിധത്തിലുള്ള മോഹവും വർജിച്ച് മർത്യേഷു സർവ പാപൈഃ പ്രമുച്യതേ. കൃഷ്ണനെപ്പറ്റി ശരിയായ ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടായാൽ ആ ധാരണ മാത്രം മതി എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കാത് കടം മേടിച്ച് കേൾക്കുന്നപ്പ. കൃഷ്ണപരമാത്മാവിനെ വേണ്ടതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനസ്സിലാക്കുന്നതിൽ തന്നെ ഒരു മനുഷ്യന്റെ വ്യാമോഹം മുഴുവനും പോവും, ഭ്രമം മുഴുവനും പോകും. എല്ലാവിധത്തിലുള്ള പാപങ്ങളിൽ നിന്നും ആ ആൾക്ക് മോചനമായി മോചനമായി മോചനമായി. എന്നിട്ട് തൻ്റെ വിഭൂതികളെപ്പറ്റി പറയുകയാണ്. ആ വിഭൂതികളെപ്പറ്റി പറയുമ്പോൾ ഞാൻ ഇതെല്ലാം വളരെ റിസർച്ച് ചെയ്ത് നിങ്ങളോട് പറയുകയാണ്. ഗീത എല്ലാവരും വായിക്കും, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോവും. അതിൻ്റെ ശരിയായിട്ടുള്ള എസൻസ് എന്താന്നുള്ളത് അറിയാനാണ്. നിങ്ങളുടെ ഈ സ്വാമിജി ഭഗവത്ഗീത പറയാൻ തുടങ്ങി 60 കൊല്ലായി. 60 കൊല്ലം. ബുദ്ധിർജ്ഞാനമസമ്മോഹഃ
ക്ഷമാ സത്യം ദമഃ ശമഃ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ച അഭയമേവ ച ബുദ്ധിർജ്ഞാനമസമ്മോഹഃ. ക്ഷമാ സത്യം ദമഃ ശമഃ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ച അഭയമേവ ച അഹിംസാ സമതാ തുഷ്ടിഃ തപോദാനം യശോ യശഃ ഭവന്തി ഭാവാ ഭൂതാനാം മത്തയേവ പൃഥഗ്വിധാഃ. പ്രേക്ഷകരെ ശ്രദ്ധിക്കൂ. കൃഷ്ണൻ വിഭൂതി ആ ഐശ്വര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വർണ്ണിക്കുകയാണ്. നിങ്ങൾ വർണ്ണിക്കാൻ പുറപ്പെട്ട എന്തിനാ വർണ്ണിക്കുക? ഇപ്പൊ മഹാഭാരതത്തിന്റെ വർണ്ണന പർവ്വതങ്ങളും നദികളും എല്ലാമൊക്കെയാണ്. അപ്പൊ നമ്മുടെ കണ്ണ് സ്വതവേ പോകുന്നത് പുറത്തേക്കാണ്. ആ പുറമെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ, സാഗരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വർണ്ണിക്കുക. അല്ല, അങ്ങനെയല്ല. ഏറ്റവും വലിയ വിഭൂതിയും വിഭവം എന്താ? ബുദ്ധി, ജ്ഞാനം. മനുഷ്യന്റെ ബുദ്ധിയാണ് ഭഗവാന്റെ ഏറ്റവും വലിയ വിഭവം. ഇത് ഞാൻ എത്ര തവണ പറയണം? ബുദ്ധി, ബുദ്ധി, ബുദ്ധി. പുരികത്തിന് മുകളില് തലയോടിന്റെ ഉള്ളിൽ ചോറ് രൂപത്തിൽ ഇരിക്കുന്ന സാധനമാണ് ഈ തലച്ചോറ്. അവിടെയാണ് സർവ്വതിൻ്റെയും ചുക്കാൻ പിടിക്കുന്നത്. തള്ളവരലിന്റെ തുമ്പത്ത് ഒരു കൊതു കടിച്ചാൽ അറിയണമെങ്കിൽ ഇവിടെ വേണം, തലച്ചോറ് വേണം. ബുദ്ധി. നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ബുദ്ധിയുള്ള കുട്ടികൾ ഉണ്ടാവണമെന്ന് വിചാരിക്കും. നല്ല മനസ്സുള്ള കുട്ടികൾ ഉണ്ടാവണമെന്ന് വിചാരിക്കും. ആരോഗ്യം വേണം, കുടുംബ സ്നേഹം വേണം, സമാജ സ്നേഹം വേണം, ഈശ്വര വിശ്വാസം വേണം, പരോപകാരത്തിൽ താല്പര്യം വേണം, ഭാരതീയ സംസ്കാരവും വൈഭവവും ഉൾക്കൊള്ളാൻ തയ്യാർ എപ്പോഴും ഉണ്ടാവണം, പ്രകടമാക്കാനും കഴിയണം. നമ്മൾ ഉപായപ്പെട്ട ഒരു രാജ്യമൊന്നുമല്ല. നമുക്ക് കുറേയൊക്കെ ഏഴത്തരം പിച്ചത്തരമൊക്കെ ഉണ്ടെങ്കിലും ആ പിച്ചത്തരത്തിന്റെ ഉള്ളിലും ഉണ്ടപ്പാ നമുക്കൊരു മഹിമ. ഞാൻ മുമ്പ് പറഞ്ഞു കാണും, ജംഷഡ്പൂരിൽ ഞാൻ 53 കൊല്ലായി മുടങ്ങാതെ പോയി വരുന്നു കൊല്ലം തോറും. അവിടെ ഒരു ഭാരത് സേവാശ്രം സംഘ് എന്ന് പറഞ്ഞിട്ടൊരു ആശ്രമമുണ്ട്. വളരെയധികം ഈ രാമകൃഷ്ണ മിഷനുമായി ഒരു സ്ഥാപനമാണ് അവരുടെയും. ധാരാളം സന്യാസിമാരുണ്ട്. അവർ ആദിവാസികൾ ചില കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ പുറപ്പെടുക. അങ്ങനെ പഠിപ്പിക്കാൻ പുറപ്പെടുന്ന സമയത്ത് ആദ്യമായിട്ട് അവരെ കിട്ടാൻ അച്ഛനമ്മമാർ പറഞ്ഞയക്കില്ല. അവർക്ക് ആ കാട്ടിലുള്ള കള്ളും മദ്യവും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടുക. എന്നിട്ട് പലതൊക്കെ നല്ല വാക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് പഠിപ്പിച്ച് ആദ്യത്തെ തലമുറ അതിൽ ചില കുട്ടികള് കണക്കിൽ 100% മാർക്ക് മേടിച്ചു എന്നാ പറയണേ. ഇത് കേൾക്കുമ്പോ തന്നെ എന്തുമാത്രം എനിക്ക് നമ്മുടെ രാജ്യത്തോടും പ്രജകളോടും ആ മതിപ്പ് വളരണമെന്ന് നിങ്ങൾക്കറിയാമോ? ആദിവാസി കുട്ടികൾ വിദ്യാഭ്യാസം എന്തെന്ന് അറിയാത്ത എണ്ണമറ്റ തലമുറകളുടെ പിൻഗാമികൾ, അതിൽ കുട്ടികള് 100% കണക്കിൽ മേടിച്ചു എന്ന് പറഞ്ഞാൽ ഉപായപ്പെട്ടതാണോ നമ്മുടെ തലച്ചോറപ്പ? ഒന്ന് പറയും നിങ്ങൾ. ബുദ്ധിർജ്ഞാനം. ആ ബുദ്ധി ഉപയോഗിച്ച് വേണ്ടതുപോലെ ജ്ഞാനം സമ്പാദിക്കണം. അർജുനൻ ഇക്കണ്ട കാലം ഈ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കൃഷ്ണനോട് ചോദിച്ച് മനസ്സിലാക്കി ഒരു പൃച്ഛകനായി തീർന്ന് പുതിയ പുതിയ ചോദ്യവും കൂടുതൽ കൂടുതൽ ആവശ്യങ്ങളും ഉന്നയിക്കുന്നത്. അസമ്മോഹ. മോഹവും ഭ്രമവും ഇല്ലാതെ ഇരിക്കണം നമുക്ക്. കാട്ടിയത് കാട്ടി കഴിവുമ്മ കയറുക എന്നൊരു പറച്ചൽ ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള പഴമൊഴിയൊന്നുമില്ല. അപ്പൊ അസമ്മോഹ, ഒരു വ്യാമോഹം ഉണ്ടാവരുത്. ക്ഷമ, സഹനശക്തി, സത്യം. നമ്മുടെ രാജ്യത്തിലെ ഇൻടോളറൻസ് ചർച്ച ചെയ്യാണ്. ഇൻടോളറൻസ് ചർച്ച ചെയ്യുക, അസഹിഷ്ണുത. നമ്മൾ കുട്ടിക്കാലം മുതൽക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ക്ഷമ 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 എന്ന് പറയുന്നത്. അതിനൊരു പുതിയ പഠിപ്പൊന്നും വേണ്ട. ക്ഷമയില്ലാത്തതിനാലോ സഹനശക്തി ഇല്ലാത്തതിനാലോ എന്തെങ്കിലും കലാപമോ വഴക്കോ ഉണ്ടായാൽ നമ്മൾ എന്തു വേണം? അതിനാണ് നമ്മുടെ രാജ്യത്തിൽ 2 നിയമങ്ങൾ. ഒന്ന് ഇന്ത്യൻ പീനൽ കോഡ്, പിന്നെ ഒന്ന് ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. ഈ 2 നിയമങ്ങൾ എന്തിനാ? തെറ്റായ പെരുമാറ്റം എവിടെയൊക്കെ ഉണ്ടോ അവരെയൊക്കെ എടുത്തു ചാടി വേണ്ട ശിക്ഷാ നടപടികൾ എടുക്കാൻ. അപ്പൊ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആരിലായാലും അസഹിഷ്ണുത കണ്ടാൽ നമ്മൾ എന്തു വേണം?
നമ്മുടെ പാർലമെന്റിലും അസംബ്ലിയിലും നടക്കുന്നത് അസഹിഷ്ണുതയല്ലേ? കൂടെയുള്ള സഭാംഗങ്ങളെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇരിക്കുന്നത് അസഹിഷ്ണുതയല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. ആ അസഹിഷ്ണുത അവിടെ കാണിക്കുമ്പോൾ പുറമേയുള്ളവർ കൂടുതൽ കാണിക്കില്ലേ? ഇത് ഈ ടി വിയിലൊക്കെ കാണുന്നുണ്ടല്ലോ, എല്ലാവരും മെമ്പർമാര് ഉന്തും തള്ളും മുണ്ടെടുത്ത് പൊക്കിയിട്ട് ഇങ്ങനെ വളഞ്ഞു കുത്തിയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. എന്താ അത് കഥ? അതിനുള്ള സ്ഥലമാണോ അത്? അതിനുള്ള സ്ഥലമാണോ അത്? ശാന്തസുന്ദരമായി രാജ്യകാര്യങ്ങൾ, സംസ്ഥാന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു സ്ഥലമാണത്. ആ ചർച്ച ചെയ്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കണം. ആ തീരുമാനങ്ങൾ കശപിശി കൂടി കലാപത്ത് കൂടി ആയാൽ പറ്റില്ല, ഉന്തുതള്ളും കൂടി ആയാൽ പറ്റില്ല. അപ്പൊ അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താ? ശരിയല്ലാതെ സഹിക്കാതെ തെറ്റായിട്ടുള്ള പെരുമാറ്റം. അതെവിടെ കണ്ടാലും ഉടനെ നടപടിയെടുക്കണം. അതിനാണ് ഇവിടെ ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നത്. ആ നടപടിയെടുക്കാതെ അവർ ചർച്ച ചെയ്യണു. അസഹിഷ്ണുത ചർച്ചയാണത്രേ. അസഹിഷ്ണുതയിൽ ചർച്ച എന്തിനാ? As long as we have enactments and we have law enforcement machinery in our land, no discussion is called for. Where there is a transgression or an irregular or a criminal behavior, instantly take him into custody and deal with him. ഉടനെ നടപടിയെടുത്ത് എന്ത് വേണോ അത് ചെയ്യാണ് വേണ്ടത്. ആ ചെയ്യുന്നതിന് പകരം അതിന് ചർച്ചയാണത്രേ അസഹിഷ്ണുത. നാണാവില്ലേ നമുക്കിത് പറയാൻ? എന്താ ഇവിടെ ആർക്കും ബുദ്ധിയില്ല എന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരുപിടി ആൾക്കാർക്ക് ഒളിച്ചു വെച്ചിരിക്കണമെന്നല്ല ഈ ബുദ്ധി. ബുദ്ധിർജ്ഞാനമസമ്മോഹ ക്ഷമാ സത്യം ദമഃശമഃ. ക്ഷമ സത്യം അത് വിട്ടുകളയരുത്. ദമഃ ശമഃ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക. സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ചാഭയമേവ ച. ഇതൊന്നും ഞാനിപ്പോ വിവരിക്കുന്നില്ല. അഹിംസ സമതാ തുഷ്ടി തപോദാനം യശോ യശഃ ഭവന്തി ഭാവാഭൂതാനാം മത്തയേവ പൃഥഗ്വിധാഃ. അഹിംസ സമത തുഷ്ടി തപസ് ദാനം യശസ് അയശസ് ഇതെല്ലാം തന്നെ എന്നിൽ നിന്ന് നിർഗളിക്കുന്ന വിഭവങ്ങളാണ്. നിങ്ങൾ ഒരിക്കലും നന്മ മാത്രമായി ഒരു ലോകം പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ എല്ലാവരും നന്നായി എന്ന് വരില്ല. നന്നാവുന്നതിനിടയിൽ ചിലരൊക്കെ ഒന്ന് പഴച്ചു എന്ന് വരാം. പഴയ്ക്കാതെ ഇരിക്കട്ടെ, എങ്ങാനും പഴച്ചാൽ അത്ഭുതപ്പെടരുത്. ദുഷ്ടന്മാര് ലോകത്തിൽ എപ്പോഴും ഉണ്ടല്ലോ. അത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്താവാം, ഇല്ലാതെ ഇരിക്കട്ടെ. അതിനാണ് ഈ സജ്ജനങ്ങളെ പോയി കാണൂ, നമസ്കരിക്കൂ, അനുഗ്രഹം മേടിക്കൂ, എന്തെങ്കിലും 4 വാക്ക് അവർ പറയണത് നിങ്ങൾ കേൾക്കൂ, കണ്ഠങ്ങളിൽ അമൃത നിഷ്യന്തികൾ കുറച്ചൊന്ന് വീഴട്ടെ എന്നൊക്കെ പറയണത് എന്തിനാ? ഈ വക പൊല്ലാപ്പില്ലാണ്ടിരിക്കാൻ. കുടുംബത്തിൽ നല്ല കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു വേണം? നിങ്ങൾ അഭിലഷിക്കണം. അതിനുവേണ്ടി നല്ലവരെ പോയി കാണണം. ഞാൻ പലപ്പോഴും വിചാരിക്കും, ഈ കല്ലിന്റെ മുൻപിൽ ചെന്ന് നമസ്കരിച്ച് വഴിപാട് കഴിച്ച് അനുഗ്രഹം മേടിക്കണു. ഈ കല്ലിന്റെ മുൻപിൽ പോകുന്നത് നിങ്ങൾ പോയാൽ പോയി വന്നു എന്ന് മനസ്സിലാക്കാവുന്ന മഹാത്മാക്കളുടെ മുൻപിലാണ് ചെന്ന് പ്രാർത്ഥിച്ചത്, നമസ്കരിച്ചത് എന്നുണ്ടെങ്കിലോ നിങ്ങൾ തന്നെ പറയൂ, ഏതിനാ അനുഗ്രഹം കൂടുക? നമ്മൾ പോയി എന്നും കൂടി അറിയാത്തൊരു പടം അവിടെയുണ്ട്. അത് അറിയൂല, നമ്മൾ പോയി എന്ന് കാണൂല. അപ്പൊ ആ പടത്തിന്റെ മുൻപിലോ കല്ലിന്റെ മുൻപിൽ നിന്നോ ആണോ നമുക്ക് അനുഗ്രഹം കൂടുതൽ കിട്ടുക? അതോ നമ്മൾ പോയ വർത്തമാനം അറിഞ്ഞ് ഒരു പ്രതികരണത്തോടു കൂടി നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റിയ മനസ്സും ബുദ്ധിയുമുള്ള ഒരു മഹാത്മാവിന്റെ മുൻപിൽ ചെന്നാലോ എന്ന് നിങ്ങൾ തന്നെ മറുപടി പറയും. ഇത് ഭാരതമാണപ്പാ. നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്ന വിശ്വാസത്തെ അപഗ്രഥിക്കുന്ന കൂട്ടരാണ്, അപഗ്രഥിച്ച് മനസ്സിലാക്കുന്ന കൂട്ടരാണ്. യം യം ഭാവം മനസാ സംവിഭാതി വിശുദ്ധ സത്വ കാമയതേ യാംശ കാമാൻ. മുണ്ടകോപനിഷത്തിൽ പറയാണ്, തനിക്കോ മറ്റുള്ളവർക്ക് വേണ്ടിയോ എന്തെല്ലാം അഭിലഷിക്കുന്നുവോ ആ അഭിലാഷമെല്ലാം നിറവേറ്റാൻ പറ്റിയ തരത്തിൽ ഒരു ശുദ്ധ സത്വമൂർത്തിയാണ് ആര്? മഹാത്മാവ്, തത്വജ്ഞാനി. അതുകൊണ്ട് ഭൂതികാമന്മാർ പോലും അദ്ദേഹത്തെ പോയി കണ്ട് നമസ്കരിച്ചോളൂ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ. ഭവന്തി ഭാവാഭൂതാനാം മത്തയേവ പൃഥഗ്വിധാഃ. ഇങ്ങനെയുള്ള വിഭൂതികളെ മുഴുവൻ വിവരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഭഗവത് ചിന്ത വർദ്ധിക്കാൻ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഹിമാലയം എന്നൊന്നുണ്ട്, അതുമാതിരി വിന്ധ്യാപർവ്വതമുണ്ട്. നമ്മുടെ കേരളത്തിൽ ശബരിമലയുണ്ട്, ഒരു വനക്ഷേത്രമാണത്. ആ വനക്ഷേത്രമാവുമ്പോൾ അവിടെ പോകാൻ ക്ലേശം കൂടുതലാണ്, അല്പമൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു.
പഴയ കാലത്ത് വൃശ്ചിക മാസം 1-ാം തീയതി നോലും വിട്ട് മാലയിട്ടാൽ പറഞ്ഞു, സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണം. അന്ന് മുതൽക്ക് അവർ സ്വാമിയും ശരണമാണ്. അങ്ങനെ വ്രതം പൂർണ്ണമായി അവരുടെ മനസ്സിൽ പൂർണ്ണമായി അവരെ അങ്ങോട്ട് ഗ്രസിക്കും. പോയി തിരിച്ചു വന്ന് മാല ഇറക്കുന്നത് വരെ അതൊരു വിഭൂതിയാണ്. ശബരിമലയ്ക്ക് പോയി ദർശനം കഴിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതുമാതിരി പഴനിക്ക് പോകല്, ഉത്തരാഖണ്ഡത്തിലേക്ക് പോകല്, ചതുർധാമത്തിലേക്ക് പോവുക, വടക്കേ ഇന്ത്യക്കാർക്ക് രാമേശ്വരത്ത് വരിക, കന്യാകുമാരിക്ക് വരിക, ഇതൊക്കെ ഇവിടെയുള്ള വിഭൂതികളും ഐശ്വര്യങ്ങളുമാണ്. ഈ ഐശ്വര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഭക്തി വളർത്താനും ഈശ്വരനോട് ആഭിമുഖ്യം കൂട്ടാനും വേണ്ടിയിട്ടാണ്. ഏതാം വിഭൂതിം യോഗം ച മമയോ വേത്തി തത്വതഃ സോവികമ്പേന യോഗേന യുജ്യതേ നാത്ര സംശയഃ. ഏതാം വിഭൂതിം യോഗം ച മമയോ വേത്തി തത്വതഃ. എന്റെ ഈ വിഭൂതിയെ പറ്റി വേണ്ടതുപോലെ മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് അവസാനം ഗ്രഹിക്കാം, ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരന്റെ വിലാസമാണെന്ന്. പ്രപഞ്ചം മുഴുവനും ഈശ്വരന്റെ വിലാസമാണെങ്കിൽ ഞാൻ ഈശ്വരനാൽ വലയം ചെയ്യപ്പെട്ടവനാണ്. എന്റെ മനസ്സിനാലും ബുദ്ധിയിനാലും അഹങ്കാരത്തിനാലും ഞാൻ ഈശ്വരനാൽ വ്യാപിക്കപ്പെട്ടവനുമാണ്. എന്റെ ഭാഷ മനസ്സിലാവുണ്ടോ? വി ആർ പെർമിയേറ്റഡ് ബൈ ഗോഡ് ആൻഡ് വി ആർ സറൗണ്ടഡ് ആൻഡ് എൻസർക്കിൾഡ് ബൈ ഗോഡ്. നമ്മളുടെ ചുറ്റും ഈശ്വരന്റെ വിഭൂതികളാണ്. കാറ്റായിട്ടും ഭൂമിയായിട്ടും വെള്ളമായിട്ടും സൂര്യകിരണങ്ങളായും ചന്ദ്രകിരണങ്ങളായും ആകാശമായും എല്ലാം പഞ്ചഭൂതങ്ങൾ ഈശ്വരന്റെ പരിലസനമാണ്. ആ ഭൂമിയിലാണ് നാം ചവിട്ടി നടക്കുന്നത്. നമ്മുടെ സ്വത്തിലല്ല, ഭൂമിയിലാണ് ചവിട്ടി നടക്കുന്നത്. ഭൂസ്പർശമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ഭൂമി ഈശ്വരന്റെ പരിലസനമായതുകൊണ്ട് ഈശ്വരസ്പർശമില്ലാതെ ഇരിക്കുന്ന സമയം എനിക്കില്ല. ശ്വസിക്കുന്ന കാറ്റ് അതും ഈശ്വര സ്പർശമാണ്. മനസ്സ് അതും, ബുദ്ധി അത്, അഹങ്കാരവും അതും. അങ്ങനെയുള്ള ഒരു വിശേഷപ്പെട്ട അവികമ്പേന യോഗേന, മുറിഞ്ഞു പോകാത്തത്, ഇളകാത്ത ഒരു യോഗത്തോടുകൂടി യുജ്യതേ, എന്നോടുകൂടി യോജിക്കുന്ന വിശേഷപ്പെട്ട ഒരു യോഗസ്ഥിതി അവർക്ക് കിട്ടും. ഈ വിഭൂതികളെല്ലാം കണ്ടും കേട്ടും സ്മരിച്ചും അന്യോന്യം പറഞ്ഞു മനസ്സിലാക്കിയും ഇടയ്ക്കിടയ്ക്കൊക്കെ പോയും സന്ദർശിച്ചും വ്രതമെടുത്തും ഏകാദശിയും ദ്വാദശിയും ഒക്കെയായി പലതരത്തിലുമായി ഈശ്വരനോടുകൂടി ബന്ധപ്പെട്ട് കേൾക്കണം. ബന്ധപ്പെട്ട് അങ്ങനെ കഴിയാണ് നമ്മള്. ഇതങ്ങോട്ട് കേട്ടപ്പോ അർജുനന് കൂടുതൽ മനസ്സിലാക്കണം. ആ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് ഏകാദശ സ്കന്ധത്തിൽ. കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ആ ഏകാദശത്തില് ഈ പറഞ്ഞ വിഭൂതിയൊക്കെ ഞാൻ കേട്ടു, മനസ്സിലാക്കി. ഈ കണ്ട വിഭൂതികളെല്ലാം കൂടി ഒരിടത്ത് അങ്ങനെ പുഷ്പിച്ച് ഫലിച്ചിരിക്കുന്നു. ഒരു മരത്തിന്റെ കൊമ്പും ചില്ലിയും പൂവും കായും പഴവും പോലെ എന്ന് വരുമ്പോ അതൊരു വിശേഷപ്പെട്ട കാഴ്ചയാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ? ഈ പ്രപഞ്ചം എന്ന് പറയണത് ഇതല്ലാത്ത മറ്റൊന്നിൽ നിന്നുണ്ടായി എന്ന്. അതൊരിക്കലുമില്ല. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഉള്ളതെല്ലാം പെട്ടു. ഉള്ളതെല്ലാം ഇനി ഒന്നിൽ നിന്നും ഉണ്ടാവില്ല. ഇനി ഒന്ന് എന്ന് പറയുമ്പോൾ അതും ഈ ഉള്ളതെല്ലാം എല്ലാറ്റിലും പെട്ടതാണ്. അപ്പൊ ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ കണ്ട വിഭൂതികൾ മുഴുവൻ എങ്ങനെയാണ് അങ്ങയിൽ അണഞ്ഞിരിക്കുന്നത് കൃഷ്ണ? എനിക്കിതൊന്ന് കണ്ടാലും കേട്ടാലും മനസ്സിലായാലും കൊള്ളാം. അങ്ങിപ്പോ എനിക്ക് വിവരിച്ചു കാണിച്ചു തന്നു. ഈ വിവരിച്ചത് ശരി, ഞാൻ ബുദ്ധി കൊണ്ടാണ് മനസ്സിലാക്കിയത്. ഇതേ പ്രകാരം അങ്ങ് പറയുന്ന പ്രകാരം ഈ വിഭൂതികളെല്ലാം അങ്ങയിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്നിങ്ങനെ ഒന്ന് കാണിച്ചു തരുമോ? കണ്ടാൽ കൊള്ളാം എന്നൊരു അഭിലാഷം അർജുനൻ പ്രകടമാക്കുന്നു. അവിടെയാണ് ഈ ഈശ്വര ദർശനം, വിശ്വരൂപ ദർശനം എന്ന് പറഞ്ഞൊരു അധ്യായം ഉണ്ടല്ലോ, അതാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. അത് തുടങ്ങുന്നത് അവിടുന്ന്. നാളെ മുതൽക്ക് ഞാൻ അതിനെപ്പറ്റി പറയാം. എങ്ങനെയാണ് ഈ വിഭൂതി യോഗത്തിലേക്ക് എത്തിയത്? ആ വിഭൂതി യോഗം കേട്ട് എങ്ങനെയാണ് വിശ്വരൂപ ദർശനം വേണം, വിശ്വരൂപം കണ്ടാൽ കൊള്ളാം എന്ന് അർജുനൻ പറഞ്ഞത്. വാസ്തവത്തിൽ ഈ കാണുന്നത് മുഴുവൻ ഈശ്വരന്റെ രൂപമാണ്. അത് വർണ്ണിച്ച് വിവരിച്ച് തന്നാൽ പിന്നെ ഒരു ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവരുത്. എന്തോ കാരണത്താൽ അർജുനന്റെ ആ വൈകാരികമായ ഒരു മനസ്ഥിതി, കൃഷ്ണനോടുള്ള അടുപ്പം, ആ വർണ്ണനയോടുള്ള ആഭിമുഖ്യം എല്ലാം കൂടി അർജുനന്റെ മനസ്സിലൊരു അഭിലാഷം കടന്നുകൂടി ചോദിക്കുകയാണ്. ഈ പറയുന്ന മാതിരി എല്ലാം ഒരേ ഇടത്ത് നിൽക്കുന്നു, ഊന്നി നിൽക്കുന്നു, ഉറവിടത്തിൽ
അതൊന്ന് കണ്ടാ കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴാണ് വിശ്വരൂപം കാണിച്ചു കൊടുക്കാൻ തീർച്ചയാക്കിയതും അതിനുള്ള സന്നാഹങ്ങളോടുകൂടി പുറപ്പെട്ടത്. നാളെയാണല്ലോ കുട്ടികളെല്ലാവരും കൂടി വന്ന് ഇവിടെ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പോണത്. വിദ്യാർത്ഥികളുടെ ഈ മണ്ഡലത്തിൽ ഈ വിഷ്ണു സഹസ്രനാമം പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അഭൂതപൂർവമായിരിക്കുന്ന ഒരു മുന്നേറ്റമാണ്. കഴിഞ്ഞ കൊല്ലം 1500 കുട്ടികളിൽ പ്രവേശിപ്പിച്ചത് ഇക്കൊല്ലം 5000-ഓ 6000-ഓ 7000-ഓ കുട്ടികളായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഇവിടെ വരാൻ സാധിക്കുന്നവരല്ല. പരീക്ഷകളും പലതുമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. അടുത്ത കൊല്ലം നമുക്കിത് ഈ 5000 എന്ന് പറയുന്നത് എത്രയോ കൂട്ടി ഈ കേരളത്തിൽ വലിയ ഒരു വിഷ്ണു സഹസ്രനാമ വിപ്ലവം തന്നെ രചിക്കണം എന്നാണ് നമ്മുടെ ഉദ്ദേശം. ഇത് പറയുന്നവരും കേൾക്കുന്നവരും ധരിക്കുന്നവരുമൊക്കെ ആശ്രമത്തിലേക്ക് വരുന്ന എഴുത്തുകളൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. സ്വാമിജി ഇത് എത്ര നല്ല കാര്യമാണ്, വലിയ കാര്യമാണ്, ഞങ്ങൾക്കിത് ദൂരത്തുനിന്നെങ്കിലും പങ്കെടുക്കണം. എങ്ങനെ പങ്കെടുക്കാം? അത് ഞങ്ങൾ ചില ഉപഹാരങ്ങളും സമർപ്പണങ്ങളും അയക്കണു എന്ന് പറഞ്ഞാണ് കൂടുതലും പേരെഴുതുക. ഞങ്ങൾ ഇന്ന ആൾക്കാർ വരാൻ പോകുന്നുണ്ട്, ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി തരണം, കാണണം, കേൾക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ. അങ്ങനെ വളരെയധികം മനുഷ്യരിൽ എന്താ പറയുക, അങ്ങേയറ്റം താത്പര്യം രചിച്ചിട്ടുള്ള വിശേഷപ്പെട്ട ഒരു പ്രസ്ഥാനമാണിത്. നിങ്ങളെല്ലാവരും അതിനെപ്പറ്റി വേണ്ടതുപോലെ മനസ്സിലാക്കി ആ സംഭവം നല്ലപോലെ നടത്താനുള്ള വോളണ്ടിയർമാരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവട്ടെ. മഴ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുമ്പോൾ ഞാൻ വിചാരിക്കും മഴ പെയ്യിപ്പിക്കുന്നത് ഈശ്വരശക്തിയാണ്, അതിനെ നിർത്താനും അതേ ശക്തിക്ക് പറ്റും. അതുകൊണ്ട് മഴ എവിടെയെങ്കിലും അധികമായി കലശലായി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് വേദനിക്കും. ഞാൻ പറയും ഞാൻ അവിടെ പോവാം, നമുക്ക് മഴയെ നിർത്താം. എന്തുകൊണ്ട് നിർത്തിക്കൂടാ? ഇവിടെ പെയ്യണ്ട, അങ്ങോട്ട് പൊക്കോളൂ, ഇത്തിരി പതുക്കെ മതി എന്ന് പറയാൻ എന്താ വിരോധം? പറഞ്ഞാൽ കേൾക്കും, ഒരു വിഷമവും ഇല്ല. നിങ്ങൾക്ക് ആർക്കും അങ്ങനെയുള്ള വിശ്വാസമില്ല എന്ന് മാത്രം. അതെന്താ? അറിവില്ലായ്മ കൊണ്ട്. അപ്പം ഇവിടെ മഴ നമ്മളെ പേടിപ്പിച്ചെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അങ്ങനെ വക്കിലും തുമ്പിലും വന്ന് നിൽക്കുകയാണ്. മഴ പെയ്യാൻ പോകുന്നുണ്ട്, നോട്ടീസൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കഴിച്ചു കൂട്ടിയത് വളരെ നന്നായി. അതുപോലെ ഇനിയുള്ള ദിവസങ്ങളും നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക. അതിൻ്റെ ഇടയിൽ അവിടെ കിണറ്റിലുള്ള വെള്ളത്തിൽ നിന്ന് 2 പമ്പ് വെച്ച് തുടരെ പമ്പ് ചെയ്ത് വെള്ളം കളഞ്ഞു. ഒരടി അല്ല 2.5 അടി 3 അടി താത്തിയാൽ ഇവിടെ ഈ ഭൂമിയിലൊക്കെ 6 ഇഞ്ച് താഴത്ത് വെള്ളമാണ്. അപ്പം ആ വെള്ളം 6 ഇഞ്ച് എന്നുള്ളതൊരു 1.5 അടി 2 അടിക്ക് താത്തി അങ്ങോട്ട് പമ്പ് ചെയ്തൊക്കെ കളഞ്ഞിട്ടാണ് ഈ മാതിരി ആയിരിക്കുന്നത്. നിങ്ങളിതെല്ലാം ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യന്റെ കണ്ണിൽ എണ്ണയൊഴിച്ച അധ്വാനം ഒരിക്കലും നമുക്ക് മുടക്കാൻ പറ്റില്ല. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവ. പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. ഹരി ഹരി. എല്ലാവരും കൂടി ഓകാരം ജപിക്കുക. അവസാനത്തെ ഇരുന്നോളൂ അതിൻ്റെ ആസനത്തിൽ. ഓ ഹരി ഓ.